ഹായ് നമസ്കാരം, ഞാൻ അഭിലാഷ് നാരായണൻ. ക്രിയേറ്റീവ് ആനിമേഷൻ കിഡ്സ് എൻ്റർടൈൻമെൻറ്റിൻ്റെ ഓൺലൈൻ കോഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കാർ ഉണ്ടാക്കി കാറിൻ്റെ ടയർ ഉണ്ടാക്കണം, എന്നാലേ ഈ വണ്ടി ഓടും അല്ലേ. നമുക്കൊന്ന് ആനിമേഷൻ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടയർ വേണം. അപ്പോൾ ടയർ കുറച്ചും കൂടി ഫോക്കസ് ചെയ്തിട്ട് ക്യാമറയെല്ലാം അടുത്തേക്ക് വന്നിട്ട് നമ്മളിങ്ങനെ ഒന്ന് വിഷ്വലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ടയറിൻ്റെ ഗ്രിപ്പെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നത് വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് സന്തോഷമായിട്ട് ചെയ്യാം, ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാം. നിങ്ങളാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ദയവേദിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമ്മൾ കുറേ ആൾക്കാരുണ്ടാകുമ്പോൾ നമുക്കൊരു സപ്പോർട്ടാണ്. നമുക്ക് ഇങ്ങനെ പുതുപുത്തൻ വീഡിയോസുകളെല്ലാം നിങ്ങളെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പറ്റും, അതിന് വലിയൊരു സന്തോഷമാണ്. അപ്പോൾ ഇത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. സിലബസ് ആയിട്ട് എടുക്കുന്ന ഒരു യൂട്യൂബ് ചാനൽ എവിടെയുമില്ല, ഇത്ര ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്ന ഒരു യൂട്യൂബ് ചാനലില്ല. ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോയി പഠിപ്പിച്ചാൽ തന്നെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കിട്ടുന്ന സ്ഥാപനങ്ങളും കുറവാണ്, മനസ്സിലായില്ലേ. അപ്പം അത്രയും പ്രൊഡക്ഷൻ ലെവലിലെ ട്രിക്സും കാര്യങ്ങളെല്ലാം അറിയുന്ന ഇതും കൂടി സ്ഥാപനങ്ങളും കുറവാണ്. പ്രൊഡക്ഷൻ സ്ഥാപനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്, അവിടെയൊക്കെ പോയി പഠിക്കാം കേട്ടോ. നിങ്ങൾക്ക് ഡയറക്റ്റ് പോയി പഠിക്കാം. അപ്പൊ നമ്മൾ യൂട്യൂബ് ചാനലിനെ കൂടിയിട്ട് എവിടെയൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, പ്രൊഡക്ഷൻ ഇതെല്ലാം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചാൽ ഗുണകരമാണെന്ന് പറയുന്ന നമുക്ക് ഒരു എപ്പിസോഡ് കൂടി നമുക്ക് ചെയ്യാം. എന്തൊക്കെ പഠിച്ചാൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഒരു സ്ഥാപനത്തിൽ പോയി ചേരേണ്ടത് എന്നുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട രീതികളും പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വലിച്ചു നിർത്തണ്ട, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മളിത് ടയർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനൊരു ടയർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ടയറിന്റെ റെൻഡറിങ് ചെയ്തിരിക്കുന്ന ഭാഗമാണ് ഇപ്പോൾ കാണിക്കുന്നത്. നമ്മൾ റെൻഡറിങ് ചെയ്യാനെല്ലാം ഞാൻ പഠിപ്പിക്കും കേട്ടോ. ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളെ പഠിപ്പിക്കും, എങ്ങനെ റെൻഡർ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ പഠിപ്പിക്കും. നമുക്ക് ഇവിടെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മൾ മിക്ക ആൾക്കാർ ടയർ ചെയ്യും, ടയറിന്റെ ഗ്രിപ്പ് സ്മൂത്ത് ചെയ്യില്ല. നമ്മളിവിടെ സ്മൂത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്മൂത്ത് ചെയ്തിട്ട് അത് വർക്ക് ചെയ്തിട്ടില്ല. സ്മൂത്ത് ചെയ്തിട്ട് എങ്ങനെ വർക്ക് ചെയ്യേണ്ടതിന്റെ കുറച്ച് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വേറെ ഒരു ബുദ്ധിമുട്ടും നമുക്കില്ല. നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ എല്ലാം നമ്മൾ ഈസി ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പം പക്ഷെ ഇതിന് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ ട്രയാങ്കിൾസ് നമ്മളെങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളത് എങ്ങനെ സോൾവ് ചെയ്തിട്ട് ഉപയോഗിക്കണം എന്നാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് പ്രോബ്ലം സോൾവിങ് കൂടിയാണ്. നമ്മളെങ്ങനെ ഒരു മോഡൽ ചെയ്യുന്ന സമയത്ത് പ്രോബ്ലം സോൾവിങ് കൂടുതൽ യൂസ് ചെയ്യുന്നത്, അതും കൂടി ഇന്നത്തെ എപ്പിസോഡിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ പുതിയ ഫയൽ എടുക്കുന്നുണ്ട്, ഫയൽ ന്യൂ സീൻ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഇവിടെ ഒരു ടോപ്പ് വ്യൂവിൽ പോയിട്ട് ടയറിന്റെ ഒരു ഗ്രിപ്പ് എടുക്കുക. നമ്മൾ ടയറിന്റെ ഗ്രിപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യട്ടോ. ഗൂഗിളിൽ ഇഷ്ടം പോലെ ടയറിന്റെ ഗ്രിപ്പില് ഇതുണ്ട്, അത് നിങ്ങൾ ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഞാനിപ്പോ ഇവിടെ എടുക്കുന്നത് ഒരു ടയറിന്റെ ഗ്രിപ്പാണ്. ഈ ഒരു ടയറിന്റെ ഗ്രിപ്പാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഇതാണ് ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമില്ല എടുത്തിട്ട് ചെയ്യാട്ടോ, ഇതെന്നെ ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമില്ല എടുത്തിട്ട് നിങ്ങൾ വർക്ക് ചെയ്തോ, അതൊന്നും പ്രയാസമൊന്നുമില്ല. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്യാട്ടോ. അതുണ്ടോ ഇതുണ്ടോ ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം, ഒന്നും പ്രശ്നമില്ല, നിങ്ങൾ ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ ടോപ്പ് വ്യൂവിൽ എങ്ങനെയാണ് നമ്മൾ എടുത്ത് നോക്കിക്കോ. വ്യൂവിൽ പോവാ, ഇമേജ് പ്ലെയിനിൽ പോവാ, ഇമ്പോർട്ട് ഇമേജിൽ പോയി ഞാൻ എൻ്റെ ഫോൾഡറിലേക്ക് പോകുന്നത്. ഡെസ്ക്ടോപ്പിൽ ഞാൻ എൻ്റെ ഫോൾഡർ ഞാനിവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടയർ ഗ്രിപ്പ് എന്ന് പറഞ്ഞ് സേവ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു ഗ്രിപ്പ് എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെയല്ല ഞാൻ വരക്കുന്നത്, എനിക്ക് തിരിച്ചാണ് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മളെ ലെഫ്റ്റ് സൈഡിലെ റൊട്ടേറ്റ് ടൂളിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. സ്റ്റെപ്പ് സ്നാപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ റിലേറ്റീവ് 90 ഡിഗ്രീസ് കൊടുക്കുക. എന്നിട്ട് ഇതിനെ റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, റൊട്ടേറ്റ് ചെയ്ത് വെക്കാം. റൊട്ടേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിനെ പരമാവധി വലുപ്പം കൂട്ടാം. കാരണം നമ്മളെ പോളിഗൺ നമ്മൾ ടയർ ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾ ചെറുതാക്കിക്കോ, എന്നാലും പ്രശ്നമില്ല. പക്ഷെ പരമാവധി നമുക്ക് വലിപ്പം കൂട്ടാം. ഓക്കെ, നമുക്ക് വരക്കാൻ പറ്റണം. അപ്പൊ ഇത്ര ഞാൻ വരച്ചിട്ടുണ്ട് കണ്ടോ. ഇത്ര ഒരു പരമാവധി ഇത്രയും വലിപ്പത്തിൽ നിങ്ങൾ വരച്ചെടുക്കാൻ ശ്രമിക്കാം. അതായത് ഗ്രിഡിന്റെ വെളിയിൽ പോകരുത്. ഈ ഗ്രിഡിന്റെ കണക്കായി ഫോക്കസ് ചെയ്തിട്ട് വരക്കാം. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ഗ്രിഡിന്റെ സെന്ററിലായിരിക്കണം ഈ ചിത്രത്തിന്റെ സെന്റർ. അതായത് ഈ ടയറിന്റെ, അതായത് 1, 2, 3, 4 ഇതിന്റെ ഇടയിലല്ലേ നടു. അപ്പോൾ ഈ നടു ഇതിന് പിടിക്കാം കേട്ടോ. ഇതിന് കറക്റ്റായി ചിത്രത്തിന്റെ പീഡ് പോയിന്റ് നോക്കരുത്, ഇത് ഇവിടെ നോക്കാം കേട്ടോ. ഇത് കറക്റ്റായിട്ട് പിടിക്കാം. അപ്പൊ സെൻട്രലായിട്ട് ഇത് കിട്ടിയില്ലേ, ഇല്ലേ? അത് പീഡ് പോയിന്റ് ഇവിടെയാണ് പോയിന്റ് ഉള്ളത്, ഇവിടെയാണ് നോക്കണ്ട. അപ്പൊ ചിത്രത്തിന്റെ പീഡ് പോയിന്റ് നോക്കരുത്, നിങ്ങൾ അവിടെ ലൈൻ കറക്റ്റായിട്ട് ചിത്രത്തിന് മാറ്റി വെക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തതിനു ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഫ്രണ്ട് വ്യൂ പോയിട്ട് കുറച്ചൊന്ന് താഴെ വെക്കാം. താഴെ വെച്ചതിന് ശേഷം നമ്മൾ ചാനൽ ബോക്സിൽ പോയിട്ട് എന്ത് ചെയ്യുക, ഇതിനെ
നമ്മൾ ട്രാൻസ്ലേറ്റ് എക്സ് വൈ സെറ്റ് തൊട്ട് സ്കെയിൽ സെറ്റ് വരെ നമ്മൾ ലോക്ക് ചെയ്തിട്ടുണ്ട്. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, സെലക്ട് ചെയ്യുക, ലോക്ക് സെലക്ടഡ്. ഇതെല്ലാം കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം പഠിച്ചതാണ്. എല്ലാ എപ്പിസോഡുകളും തുടർച്ചയായി കാണുന്നവർക്ക് മനസ്സിലാവും കേട്ടോ. അവർക്ക് മാത്രമേ ഈ ചാനലിനെ കൊണ്ട് ഉപകാരമില്ലൂ കേട്ടോ. അത് ഞാൻ ഇപ്പോഴും തുറന്നു പറയാം. നിങ്ങൾ എല്ലാ എപ്പിസോഡുകളും തുടർച്ചയായിട്ട് കാണുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ചാനലിനെ കൊണ്ട് ഒരു ഉപകാരമില്ലൂ. അല്ലെങ്കിൽ ഈസിയിൽ ഒരു 3D മലയാളം പഠിച്ചിട്ട് ഈസി ആയിട്ട് 3D പഠിക്കാമെന്നൊന്നും വിചാരിക്കരുത്. സ്റ്റാർട്ടിങ് തൊട്ടുള്ള എപ്പിസോഡുകളിൽ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് ഞാൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ മിസ് ചെയ്തവർക്ക് എന്തായാലും ഇത് പഠിക്കാൻ പറ്റില്ല. 100% ഞാൻ ഉറപ്പ് പറയാം. ഇതൊരു കോഴ്സായിട്ട് ഞാൻ തരുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സിലബസ് ആയിട്ടാണ് ഞാൻ പഠിപ്പിക്കുന്നതും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളത് ചെയ്യുന്ന പറഞ്ഞാൽ ഇതിന്റെ ഗ്രിപ്പുകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഗ്രിപ്പ് ഉണ്ടാക്കിയെടുക്കുക, ഒരു പ്ലെയിൻ എടുക്കുക. പ്ലെയിൻ എടുക്കുമ്പോൾ നോക്കണം, ക്രിയേറ്റില് പോളിഗൺ പ്രിമിറ്റീവ്സിൽ നിങ്ങൾ ഇന്ററാക്റ്റീവ് ക്രിയേഷൻ ഓൺ ആക്കി ഇടണം. ഡയറക്റ്റ് വീണ് കഴിഞ്ഞാൽ ഇത് ബുദ്ധിമുട്ടാകും. ഓക്കെ, നേരെ താഴെ പോയി വീണ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വരക്കാൻ പറ്റണം. ഓക്കെ, അല്ലാതെ ഡയറക്റ്റ് ഇവിടെ പോയി വീണ് കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഒന്നും വീണിട്ടുണ്ടോ? ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇമേജ് പ്ലെയിൻ ഉണ്ട്, വീണിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വിൻഡോയില് സെറ്റിംഗ് പ്രിഫറൻസിൽ നമ്മളെ പ്രിഫറൻസ് പോയിട്ട് അണ്ടോ നമ്മൾ എന്ത് ചെയ്യണം, ഇൻഫിനിറ്റ് കൊടുത്തിരിക്കണം. കാരണം ടയർ ചെയ്യുന്ന സമയത്ത് ഒത്തിരി നമ്മൾ കൺട്രോൾ സെറ്റ് അടിക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പം നമുക്ക് പെട്ടെന്ന് നമ്മൾ ഫിനിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു സൈസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് ഹാങ് ആയി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇൻഫിനിറ്റ് കൊടുത്തിട്ട് വേണം വർക്ക് ചെയ്യാൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പ്ലെയിനിൽ പോവാ, അതുപോലെ നമ്മൾ നേരെ പോയിട്ട് നോക്കിയേ, നിങ്ങൾ ഈ ഗ്രിപ്പിന്റെ എവിടെയെങ്കിലും വെച്ച് ഈ ഗ്രിപ്പിനെ ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ ഞാനിപ്പോ ഈ ഗ്രിപ്പിന്റെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കിക്കോ. ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന ഭാഗം, അതായത് ഫ്രണ്ട് ഇതിന്റെ സെൻട്രൽ ഭാഗം വന്നിട്ടുണ്ട്. ഞാൻ ഈ ഒരു ഭാഗം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഈ ഒരു ഭാഗം കണ്ടോ, അതായത് ഈ സെന്ററിന്റെ ഈ ഒരു ഭാഗം ഇവിടുന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ട്. ഇനി വരച്ചു വെച്ചെടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഒരു ഗ്രിപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വന്ന് ഈ ഒരു ഷേപ്പിലാണ് ഈ സാധനം വരുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് വരച്ചു വെച്ചിട്ടുണ്ട്. ഇനി വെർട്ടെക്സിനെ എടുത്തിട്ട് പോയിന്റ് ചെയ്യുക, കറക്റ്റ് ചെയ്യുക. ഒന്ന് ഇവിടെ വെക്കാം, ഒന്ന് ഇവിടെ വെക്കാം. ഓക്കെ, അതുപോലെ ഇതിനെ എടുത്തിട്ട് ഇവിടെ വെക്കാം. നിങ്ങൾ ആ ചിത്രം കണ്ടാൽ മനസ്സിലാവില്ലേ? ഇതെടുത്ത് കുറച്ച് സൂം ഔട്ട് ചെയ്യണം കേട്ടോ, എന്നാലേ ഇത് കറക്റ്റായിട്ട് വരും. മറ്റേതിന്റെ ഷാഡോ ആണ്, അതൊന്നും കൂടി നോക്കണം കേട്ടോ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, ഞാനിപ്പോ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. മുകളിലെ മാത്രമേ നോക്കണ്ട കേട്ടോ, ഈ ഭാഗം നോക്കരുത് ആദ്യം. ഓക്കെ, കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഏകദേശം കറക്റ്റ് ആയിട്ടുണ്ട്. ഫുൾ കറക്റ്റ് ആയി എന്നൊന്നും ഞാൻ പറയില്ല, കാരണം കുറേ നമ്മൾ നോക്കി ചെയ്യേണ്ടതാണ്. എപ്പിസോഡ് ചെയ്യുന്ന സമയത്ത് വളരെ സ്പീഡായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ എന്ത് ചെയ്യണം, ഈ ഒരു ഭാഗം ക്ലിയർ ചെയ്യണം. കണ്ടോ, ഇവിടെ ഒരു സെഗ്മെന്റ് വേണം, എന്നാൽ മാത്രമേ അത് സ്ക്വയർ പോലും വരും. അപ്പൊ നമ്മൾ ഈ ഇൻസേർട്ട് എഡ്ജ് എടുത്തിട്ട് അവിടെ ആദ്യം ഒന്നിടും. മനസ്സിലായില്ലേ? എവിടെയാ വേണ്ട പറഞ്ഞാൽ അവിടെ ഇടും. പിന്നെ ഇവിടെയും വരും, ഈ ഒരു ഭാഗം വരുന്നുണ്ട്. കണ്ടോ, ഇവിടെയും വരുന്നുണ്ട്, ഇവിടെയും വരുന്നുണ്ട്. അപ്പൊ ആ രണ്ട് ഭാഗം ഞാൻ ഇട്ടിട്ടുണ്ട്. വെർട്ടെക്സിനെ ഞാൻ എന്ത് ചെയ്തു, വെർട്ടെക്സിനെ ലെവൽ ചെയ്യാം. വെർട്ടെക്സിനെ എടുത്തു, സെലക്ട് ചെയ്തു, അതിനെ കറക്റ്റായിട്ട് ചെയ്യാം. സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടണം കേട്ടോ. വെർട്ടെക്സിന് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടണേ. സ്കെയില് പോലെ ഉണ്ടാവണം. ഓക്കെ, ഇപ്പൊ ഞാൻ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. കണ്ടോ, കറക്റ്റ് ആയിട്ടുണ്ട്. ഇവിടെയും കറക്റ്റ് ചെയ്യണേ. അതിൻ്റെ ഉള്ളിലായിരിക്കണം. കണ്ടോ, ഇനി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ നിങ്ങൾ ഇതിന്റെ മുകളിൽ ഒരു ചെറിയൊരു ഗ്രിപ്പ് ഇങ്ങനെ പൊന്തി കിടക്കുന്നില്ല, ഇങ്ങോട്ട് തള്ളി കിടക്കുന്നുണ്ട്. അപ്പൊ അതും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെന്ത് ചെയ്യണം, നിങ്ങൾ ഒരിക്കലും ഇവിടെ പിടിച്ച് വലിക്കരുത് കേട്ടോ. ഇവിടെ പിടിച്ചിട്ട് ഇങ്ങനെ വലിക്കുന്ന പരിപാടി ചെയ്യരുത്. ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്. ആ ഗ്രിപ്പ് അങ്ങനെയല്ല വരുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യരുത്. എങ്ങനെ ചെയ്യണം, നിങ്ങൾക്ക് സപ്പോർട്ടിങ് എഡ്ജസ് സപ്പോർട്ടിങ് എഡ്ജസ് അല്ല, ഇവിടെ എഡ്ജസ് വേണം നമുക്ക് ഫേസിൽ. അപ്പൊ നമ്മൾ ഈ ഇൻസേർട്ട് എഡ്ജ് എടുത്തിട്ട് ഇവിടെ ഒന്ന് വരക്കാം, ഇവിടെ ഒന്ന് വരക്കാം. ഓക്കെ, ആ ഒരു ഗ്രിപ്പിന് കണക്കായിട്ട് വരക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എഡ്ജ് എടുക്കുക. എഡ്ജ് എടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് പൊന്തിക്കുക, ഇവിടുന്ന് ഇങ്ങോട്ട് പൊന്തിക്കുക. കണ്ടോ, മനസ്സിലായില്ലേ? ഇനി എന്ത് ചെയ്യുക, ഈ ഒരു ഗ്രിപ്പ് ഉണ്ടാക്കിയെടുക്കുക. അതിനെന്ത് ചെയ്യുക, വെർട്ടെക്സ് ചെയ്യുക. വെർട്ടെക്സ് എടുത്തിട്ട് ഇതിനെ സ്കെയിൽ ചെയ്യുക കേട്ടോ. പിടിച്ചു വലിക്കരുത്. സ്കെയിൽ ചെയ്തിട്ട് രണ്ട് പോയിന്റുകളും ഒരേ ഇതുപോലെ ഷേപ്പിൽ മാറ്റി വെക്കും. കണ്ടോ, ഇങ്ങനെ കിട്ടണം. അപ്പൊ അതൊക്കെ അല്ലേ. ഇനിയിപ്പോ നമുക്ക് ചെയ്യേണ്ടത് ഇതിന്റെ അരുകെല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. കറക്റ്റായി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. വെളിയിൽ പോകരുത്. അതാണ് ഞാൻ പറഞ്ഞത്. ഒന്നുകൂടി നമ്മൾ ക്ലിയർ ചെയ്യേണ്ടി വരുന്നു. അഡ്ജസ്റ്റ് ചെയ്യുക. മാക്സിമം സൂം ചെയ്തിട്ട് ഇതെല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ലെവൽ ചെയ്ത് വെക്കാം.
സേവ് ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ചെയ്യണം. ഞാൻ ഇതൊന്ന് സേവ് ചെയ്യട്ടെ. ഫയലിൽ പോയി ഞാൻ സേവ് സീനേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഡെസ്ക്ടോപ്പിൽ ഞാൻ ഇവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ടുഡേ ക്ലാസ്, ടുഡേ ഓക്കെ. ടുഡേ ഈസി ലേൺ 3D ക്ലാസ് വന്നിട്ട് 1 കൊടുത്തിട്ടുണ്ട്, സേവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിന് സപ്പോർട്ടിങ് എഡ്ജസ് വേണം അല്ലേ. അതായത് ഇതിന് നമ്മൾ എക്സ്ട്രൂഡ് ചെയ്യുന്ന സമയത്ത്, ഇതിന്റെ ഗ്രിപ്പ് ചെയ്യുന്ന സമയത്ത് സപ്പോർട്ടിങ് എഡ്ജസ് സ്മൂത്ത് ചെയ്യുമ്പോൾ പോകും അല്ലേ. നമുക്ക് ഇതിന്റെ ഉള്ളിൽ ഫേസ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഓപ്സെറ്റ് കൊടുത്തിട്ട് സപ്പോർട്ടിങ് എഡ്ജസ് കൊടുക്കരുത്. കാരണം ഇതാണ് നമ്മുടെ മെയിൻ എഡ്ജ്. ഇതിന്റെ പുറത്തേക്ക് വലിച്ചിടുന്ന രീതിയിൽ സപ്പോർട്ടിങ് എഡ്ജസ് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക എഡ്ജസിന്, ഷിഫ്റ്റ് പ്രസ് ചെയ്യുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എക്സ്ട്രൂഡ് എഡ്ജസ് കൊടുക്കുക. അതിൽ ഓപ്സെറ്റ് പിടിച്ചിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഈ ബ്ലാക്ക് ഷാഡോസിലേക്ക് കൊടുക്കുക. ഓക്കെ. അപ്പൊ കറക്റ്റ് ആയിട്ട് അവിടെ വന്നിട്ടുണ്ട് കണ്ടോ, ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ സപ്പോർട്ടിങ് എഡ്ജസ് ഇവിടെ സ്റ്റാർട്ടിങ് സപ്പോർട്ടിങ് എഡ്ജസ് നമ്മൾ കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, എക്സ്ട്രൂഡ് ചെയ്യണം. ഈ ഫേസിനെ എക്സ്ട്രൂഡ് ചെയ്യണം. നമ്മൾ ഗ്രിപ്പ് ഉണ്ടാക്കി എടുക്കില്ലേന്ന്. അപ്പൊ എന്താ ചെയ്യുക, ഒന്നും പണിയില്ലാതാ. പണി വരാൻ പോകുന്നത് അതിന്റെ ഉള്ളിലാണ്, അത് വേറെ കാര്യം. കാരണം ഈ ഒരു ഇങ്ങനെയുള്ള ഒരു സിഗ്നൽസ് കണ്ടാലും അറിയാം ഇത് എന്തായാലും പണി വരുന്നൊരു സാധനം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ സപ്പോർട്ടിങ് എഡ്ജസ് കൊടുക്കുന്നതിന് മുമ്പിൽ ഇവിടെ ഒന്ന് വന്നു, പക്ഷെ ഇതിന്റെ മുകളിൽ ഒന്ന് വന്ന് കൊടുത്താൽ സപ്പോർട്ടിങ് എഡ്ജസ് ക്ലിയർ ആവില്ല. ഇതിന്റെ ഉള്ളിൽ ഓപ്സെറ്റ് നിർബന്ധമായിട്ട് ചെയ്തേ പറ്റും. അപ്പോൾ ഇതിന്റെ ഉള്ളിൽ ഒരു ഓപ്സെറ്റും കൂടി കൊടുക്കും. നിങ്ങൾ ഓപ്സെറ്റ് ചെയ്യുന്ന സമയത്ത് നോക്കണം കേട്ടോ. സോറി, ഡിവിഷൻസ് 0-1 ആക്കണം. ഡിവിഷൻസ് ആഡ് ചെയ്യരുത്. ഓപ്സെറ്റ് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ചെറിയ ഒരു ലെവലിൽ ചെയ്യും. ഓക്കെ. അത്ര അടുപ്പിച്ചായിരിക്കണം കേട്ടോ ഓപ്സെറ്റ് വരുന്നത് കണ്ടോ, ഇങ്ങനെ അടുപ്പിച്ചായിരിക്കണം. ഇനി എന്ത് ചെയ്യുക, ജി പ്രസ് ചെയ്യുക. ജി അറിയാലോ റിപ്പീറ്റ് ടൂൾ എക്സ്ട്രൂഡ് ആണ്. ജി എക്സ്ട്രൂഡ് മാത്രമല്ല, ലാസ്റ്റ് റിപ്പീറ്റ് ടൂൾ ആണ്. എന്ത് ചെയ്യുക, ഇതിനെ വീണ്ടും ഒരു സപ്പോർട്ടിങ് എഡ്ജസ് കൊടുക്കാം. അതിന് നമ്മൾ എന്ത് ചെയ്യും, കുറച്ചും കൂടി ഒന്നും കൂടി തിക്നെസ് നമുക്ക് പിടിക്കാൻ വേണ്ടി നമ്മൾ പ്യൂരിപ്പായിട്ട് പിടിക്കാം കേട്ടോ. ഇതാ. അപ്പൊ എന്തായി, ഇതിന് സപ്പോർട്ടിങ് എഡ്ജസ് വന്നില്ലേ. അതായത് ഇവിടെ സപ്പോർട്ടിങ് എഡ്ജസ് വന്നു, ഇവിടെ സപ്പോർട്ടിങ് എഡ്ജസ്. ഇത് മെയിൻ എഡ്ജ് അല്ലേ, മെയിൻ എഡ്ജ് അല്ലേ. ഇനി എന്ത് ചെയ്യാൻ, വീണ്ടും ജി പ്രസ് ചെയ്യുക. ജി പ്രസ് ചെയ്തിട്ട് ഇതിന്റെ ഗ്രിപ്പ്, ഇതിവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കേട്ടോ. നമ്മുടെ വണ്ടിയുടെ ടയർ എത്ര ഗ്രിപ്പ് വേണമെന്നുള്ളത്. അപ്പോൾ നമ്മൾ ആ ഗ്രിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് വേണം വർക്ക് ചെയ്യാൻ. എങ്ങനെയാണ് വേണ്ടത്, നമ്മളൊരു മൈൻഡിൽ ഉണ്ടാവണം കേട്ടോ എത്ര ഗ്രിപ്പ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ ആ ഗ്രിപ്പ് നിങ്ങളുടെ ഒരു ഐഡിയയിൽ ഉണ്ടാവണേ. അപ്പൊ തിക്നെസ് ഞാൻ ഏകദേശം ഇത്രേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇതിന്റെ കൂടെ ഞാൻ കൊടുക്കുന്നില്ല. ഇത്ര വേണം ചെയ്യുക. ഞാൻ കുറച്ച് പൊന്തിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതുപോലെ ചെയ്യുന്നുണ്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾക്കും അതുപോലെ ചെയ്യുന്നുണ്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇത്ര കൊടുത്തിട്ടുണ്ട്. എനിക്കൊരു തൃപ്തി വരുന്നില്ല. അത് കുറച്ച് തിക്നെസ് കൊടുത്താലേ എനിക്കൊരു ഇഷ്ടം തോന്നും അതിനോട്. ഓക്കെ. അപ്പൊ ഞാനത് കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, ഇവിടെ നമുക്കൊരു സപ്പോർട്ടിങ് എഡ്ജസ് വേണം. അപ്പൊ ജി പ്രസ് ചെയ്യുക, ഒന്നും കൂടി നമ്മളൊരു തിക്നെസ് കൂടി ആഡ് ചെയ്യാം. വേണ്ടേ, മുകളിൽ നമുക്ക് ഇതുപോലെ സപ്പോർട്ടിങ് എഡ്ജസ് ക്ലിയർ ചെയ്യണ്ടേ. അപ്പൊ അത് അവിടെ കൊടുത്തു. ഇനി എന്ത് ചെയ്യുക, ഇനിയും ജി പ്രസ് ചെയ്യുക. ഇവിടെ ഓപ്സെറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. ഓപ്സെറ്റ് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ അത് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഇത് നമ്മൾ ക്ലിയർ ആയിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ സ്മൂത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുണ്ടാവും. ഇങ്ങനെയുണ്ടാവും നമ്മളെ ഗ്രിപ്പ് വരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഗ്രിപ്പ് വരുമ്പോൾ വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളെ സപ്പോർട്ടിങ് എഡ്ജസ് നമ്മൾ ഇതിനെ ശ്രദ്ധിക്കുന്നില്ല കണ്ടോ. സപ്പോർട്ടിങ് എഡ്ജസ് ഇവിടെ ടൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന് അതുപോലെ തന്നെ നമ്മൾ ചെയ്യണം. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് കാര്യം ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ സേവ് ചെയ്യട്ടെ. ഇനി നമ്മൾ കുറച്ച് കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഗ്രിപ്പുകൾ എങ്ങനെയാണ് സപ്പോർട്ടിങ് എഡ്ജസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സപ്പോർട്ടിങ് എഡ്ജസ് പറഞ്ഞാൽ അറിയാമല്ലോ നിങ്ങൾക്ക്. അതായത് ഓരോ ഈ സൈഡിലും കാണുന്ന ഭാഗത്ത് ടൈറ്റ് ആയിട്ട് നിൽക്കണം. ഇങ്ങനെ ഉടഞ്ഞു പോകരുത് ഉള്ളിലോട്ട്, മനസ്സിലായില്ലേ. അപ്പോൾ ആ ടൈറ്റ് ആയിട്ട് നിൽക്കാനാണ് സപ്പോർട്ടിങ് എഡ്ജസ് ചെയ്യുന്നത്. ഒരു മോഡലിംഗ് ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് സപ്പോർട്ടിങ് എഡ്ജ് ക്ലിയർ ആയിട്ട് ഉപയോഗിക്കുക. അതുപോലെ എഡ്ജസുകളുടെ എണ്ണം പരമാവധി ചുരുക്കുക. മനസ്സിലായി. ലോ പോളിയിൽ വർക്ക് ചെയ്ത് പഠിക്കുക. ഹൈ പോളിയിൽ വർക്ക് ചെയ്യാൻ ആർക്കും പോകും, ലോ പോളി ചെയ്ത് പഠിക്കുക. ഇപ്പൊ ഗെയിം കമ്പനികളിലാണ് ട്രയാങ്കിൾസ് യൂസ് ചെയ്യുന്നവരുണ്ട്. മാക്സ് 3ds മാക്സ് പോലുള്ള സോഫ്റ്റ്വെയറുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ മാക്സും കൂടി നമ്മൾ ഇതിൽ കൊടുക്കുന്നതാണ് യൂട്യൂബ് ചാനലിൽ. പക്ഷേ കുറച്ച് സമയം പിടിക്കും കേട്ടോ. അപ്പം നിങ്ങളെല്ലാം മാക്സ് എല്ലാം ഇൻസ്റ്റാൾ ആക്കി പ്രാക്ടീസ് എല്ലാം ചെയ്യാൻ തുടങ്ങണം. ഓക്കെ. അപ്പോൾ ഇവിടെ മാക്സ് ഗെയിം കമ്പനികളിൽ മാത്രമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഗെയിം കമ്പനികളിൽ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ചില കമ്പനികളിൽ മായ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് ഇതിൻ്റെ സപ്പോർട്ടിങ് എഡ്ജസിനെല്ലാം ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ചെയ്യാം. എല്ലാത്തിനും ഡബിൾ ക്ലിക്ക് ചെയ്യുക. ചിലത് നമുക്ക് ലൂപ്പായിട്ട് പോകും, മുകളിലോട്ട് കയറി ഇങ്ങനെ ലൂപ്പായി കയറി പോകും. ഇതെല്ലാം ലൂപ്പായി കയറി പോകുന്നതാണ്. അതിനെന്ത് ചെയ്യുക, ഇവിടുന്ന് കൺട്രോൾ പ്രസ് ചെയ്തിട്ട് മൈനസ് ചെയ്യുക.
ബാക്കിയുള്ള എഡ്ജസിനെ. കൺട്രോൾ പ്രസ് ചെയ്തിട്ട് മൈനസ് ചെയ്യുക. അപ്പോൾ എഡ്ജസ് എല്ലാം ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ. എല്ലാ എഡ്ജസും ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ. ലൂപ്പ് എല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കിട്ടുന്ന ഓപ്ഷനിൽ നിങ്ങൾ ബിവൽ എഡ്ജസ് ക്ലിക്ക് ചെയ്യുക. ഈ ബിവൽ എഡ്ജസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനത്തെ ഒരു സ്മൂത്ത്നെസ് ഫീൽ ചെയ്യുന്ന ബിവൽ എഡ്ജ് വേണ്ട. നമ്മൾ സെഗ്മെന്റ് 1 കൊടുക്കുക. എന്നിട്ട് ഇതിനെ ഫ്രാക്ഷൻ ചെയ്യാം അല്ലേ. സപ്പോർട്ടിങ് എഡ്ജസ് എന്ന് പറഞ്ഞാൽ അങ്ങനല്ലേ. അപ്പം കുറച്ച് ടൈറ്റ് ആയിട്ടൊന്ന് ഫ്രാക്ഷൻ ചെയ്തോ. അപ്പോൾ ഇങ്ങനെ കിട്ടി നമുക്ക്. ഇനി രണ്ടാമത്തെ ഫയലായിട്ട് ഞാൻ സേവ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഒരു പ്രശ്നം കാരണം ഇത് എറർ വന്നിട്ട് പോയി കഴിഞ്ഞാൽ രണ്ടാമതും ഞാൻ ഇത് ക്ലാസ് എഡിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇൻക്രിമെന്റ് സേവ് ചെയ്താൽ മതി. ഇനി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ എഡ്ജസ് കണ്ടോ, 5 അടിക്കുക. ഈ എഡ്ജസ് കണ്ടോ, നമ്മളെ ഈ 5 എന്തിനാണ് അടിച്ചിന്, കാരണം താഴെ എഡ്ജസ് ഇല്ല കേട്ടോ. അത് താഴെ നമ്മൾ ഒഴിവാക്കിയിട്ടാണ് ചെയ്യുന്നത്. ഇതിന്റെ താഴെ ഇങ്ങനെയുള്ളത് കണ്ടോ. അതുകൊണ്ടാണ് ഞാൻ ഷെയ്ഡഡ് മോഡ് ആക്കിയിട്ട് വർക്ക് ചെയ്യുന്നത് കേട്ടോ. താഴെ എഡ്ജസ് ഉണ്ടെങ്കിൽ നിങ്ങൾ വയർ ഫ്രെയിമിൽ തന്നെ വർക്ക് ചെയ്യണേ. അപ്പോൾ ഞാൻ ഇവിടെ വെച്ചിരിക്കുന്ന ഈ എഡ്ജസ് നോക്കുക. ഇതെല്ലാം നമുക്ക് നോക്കിയേ, ഇത് ഒന്നിൽ കൂടുതൽ എഡ്ജസ് ഇവിടെ തന്നെയുണ്ട്, ഇവിടെ എല്ലാം ഉണ്ട്. ഇതെല്ലാം കുറച്ച് ഇതിനാണ് പ്രോബ്ലം സോൾവിംഗ് എന്ന് പറഞ്ഞത്. പല രീതിയിൽ മോഡലിംഗ് ആർട്ടിസ്റ്റുകൾ ഇതിനെ ചെയ്യും കേട്ടോ. ഇതിനെല്ലാം ട്രയാങ്കിൾസിനെല്ലാം കോഡ്സാക്കി എടുത്താൽ മതി. കറക്റ്റായിട്ട് കോഡ്സാക്കി എടുക്കണം. അതുപോലെ എഡ്ജസുകൾ വലിച്ചു നീട്ടരുത്. ഓക്കെ. അപ്പോൾ ഇതെല്ലാം നമ്മളെ പണി, ഇന്നത്തെ പണി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ എഡ്ജസിന് ഈ കാണുന്ന എഡ്ജസ് കണ്ടോ, ഇത് ഇങ്ങനെ കാണുന്നത്, ഇങ്ങനെ എവിടെയെങ്കിലും നിങ്ങൾക്ക് എഡ്ജസ് കിട്ടിയിട്ടുണ്ടോ ഇങ്ങനെ തന്നെ സെലക്ട് ചെയ്യുക. ഇതിന് ഡിലീറ്റ് എഡ്ജസ് കൊടുക്കാം. ഓക്കെ. ഡിലീറ്റ് എഡ്ജസ് കീബോർഡിലല്ല, കീബോർഡിൽ വേണ്ട വെർട്ടെക്സ് അവിടെ നിൽക്കും. നമ്മൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ഡിലീറ്റ് എഡ്ജസ് കേട്ടോ. ഓക്കെ. അപ്പോൾ സെലക്ട് ചെയ്യുക ഡിലീറ്റ് എഡ്ജസ്. ഓക്കെ. ഏകദേശം എല്ലാം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്, ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ, മറന്നു പോയിട്ട് എല്ലാം നിങ്ങൾ ഒഴിവാക്കണേ. ഓക്കെ. ഇനി എന്ത് ചെയ്യണം അറിയാം, നമ്മൾ ഈ ചെയ്യുന്ന ഈ എഡ്ജസിന, അതായത് ഈ എഡ്ജിന ഇതിന്റെ മുകളിലേക്ക് കൊടുക്കുന്ന രീതി വേണം വർക്ക് ചെയ്യാൻ. അതായത് ഇങ്ങോട്ട് പോണത് മനസ്സിലായില്ലേ. അതായത് കവർ ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ ഇതിനെ മുകളിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെ ചെയ്യുന്നത്. ഓക്കെ. ഈ മൾട്ടി കട്ട് എടുത്തിട്ട് ഇവിടുന്ന് ഇതിനെടുത്തിട്ട് ഇവിടത്തേക്ക് വരെ ഇടാം. എൻ്റർ അടിക്കാം. എൻ്റർ അടിച്ചതിന് ശേഷം ഈ എഡ്ജസ് ഉണ്ടോ, ഈ ഒരു എഡ്ജ് ഇതിനങ്ങ് ഡിലീറ്റ് ചെയ്യും. ഓക്കെ. അപ്പോൾ ഈ എഡ്ജ് കണ്ടോ, ഈ എഡ്ജിനെ എടുത്തിട്ട് ഈ എഡ്ജിനെ ഡിലീറ്റ് ചെയ്യുക. എവിടെ ഉണ്ടായിരുന്നത്, അത് അവിടെ തന്നെ നോട്ടെ. അത് നോക്കട്ടെ. ഇത് ഇവിടുന്ന് ഇങ്ങനെ വന്നു, ഇതിങ്ങനെ ഇവിടുന്ന് വന്നു. ഓക്കെ. അത് അവിടെ തന്നെ നിന്നോട്ടെ. അതുപോലെ തന്നെ ഇവിടെയും അതുപോലെ എഡ്ജസ് നിങ്ങൾ കീപ്പ് ചെയ്ത് വെക്കണം. എങ്ങനെ, ഇത് ഡിലീറ്റ് ചെയ്യുക. ഇവിടെ ഒരു എഡ്ജും കൂടി ഉണ്ട് കേട്ടോ, അതിൻ്റെ സെൻറ്ററിൽ കിടക്കുന്ന ഒരു എഡ്ജും കൂടി ഉണ്ട്. ആദ്യം എന്ത് ചെയ്യുക, മൾട്ടിക്കട്ട് എടുക്കുക, ഇവിടുന്ന് ഇവിടത്തേക്ക് കൊടുക്കുക. നേരത്തെ വരച്ച പോലെ തന്നെ സെയിം, അതിൻ്റെ ഓപ്പോസിറ്റ് താഴെ. എന്നിട്ട് ഈ എഡ്ജസിനങ്ങ് ഒഴിവാക്കുന്നു. അപ്പോൾ അതിലേക്ക് കയറി പോകുന്നില്ലേ, വെർട്ടെക്സ് ഉണ്ടോ നോക്കണം കേട്ടോ. വെർട്ടെക്സ് ഒന്നിൽ കൂടുതൽ വെർട്ടെക്സ് ഇവിടെ ഉണ്ടോ എന്ന് നോക്കണേ. ഓക്കെ. അത് പോയി. അപ്പോൾ അത് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം അറിയാം, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഇതിനൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര സോൾവ് ചെയ്യാൻ ഭയങ്കര പ്രയാസമൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഇതിന് ഇങ്ങോട്ട് ഇങ്ങനെ ഇത് ഇട്ട് കഴിഞ്ഞാൽ എഡ്ജസ് കൂടും. നമുക്ക് ഈ ഒരു എഡ്ജസിന് ഇങ്ങനെ തന്നെ നിലനിർത്താനും പറ്റണം. മനസ്സിലായില്ലേ, ഈ കോഡ്സിന് അങ്ങനെ നിലനിർത്താനും പറ്റണം. അപ്പോൾ നമുക്ക് ഒരു ഐഡിയ ചെയ്ത് നോക്കാം. നമ്മൾ സെൻറ്ററിൽ ആദ്യം ഒരു എഡ്ജസ് ഇടാം. സെൻറ്ററിലേക്ക് ഒരു എഡ്ജസ് ഇടാം. നമ്മൾ സെൻറ്ററിൽ എഡ്ജസ് ഇട്ടിട്ട് മൾട്ടിക്കട്ട് യൂസ് ചെയ്താൽ മതി കേട്ടോ. മൾട്ടിക്കട്ട് യൂസ് ചെയ്തിട്ട് ചെയ്യും. ഒരു സെൻറ്ററിൽ ഞാനൊരു എഡ്ജസ് ഇട്ടിട്ടുണ്ട്. ഇതിനെടുത്തിട്ട് ഇവിടെ കൊടുത്തു, അണ്ടടിച്ചു, ഇവിടെ കൊടുത്തു, അണ്ടടിച്ചു. ഓക്കെ. എന്ത് ചെയ്യാം, അപ്പോൾ ഇങ്ങനെ അഡ്ജസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നോക്കിയേ, ഇവിടെ 1 2 3 4 5 കുറേ അഡ്ജസ്റ്റ് വരുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവനെ എടുത്തിട്ട് ഇവിടെ കൊടുത്താലോ നോക്കാം.
നമ്മൾ നേരത്തെ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചൊരു സംഭവമാണ്. അതൊന്നുകൂടി ചെയ്യാം. ഇത് 2 എഡ്ജസിനും ഡിലീറ്റ് ചെയ്യുക. അതായത് നമ്മൾ നോക്കേണ്ട കണക്ക് എങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മൾ 4 എഡ്ജിലേക്ക് മാത്രം പോകണം. മനസ്സിലായില്ലേ? ഇപ്പം ഞാനിപ്പോൾ കണ്ടോ, ഇത് 4 ആയില്ലേ? അതുപോലെ ഇതിനെ എടുത്തിട്ട് 4 ആക്കാം. ഉള്ളിൽ കിടക്കുന്നതെല്ലാം അവിടെ വെക്കട്ടെ. അതിൽ നമുക്ക് ക്ലിയർ ചെയ്യാം കേട്ടോ, അത് നമുക്ക് പേടിക്കണ്ട. ഇതിനെ എടുത്തിട്ട് ഇവിടെ കൊടുക്കണം. അപ്പോൾ എന്ത് ചെയ്യും? ഈ എഡ്ജിനെ സെലക്ട് ചെയ്യുക, ഈ എഡ്ജിനെ സെലക്ട് ചെയ്യുക, ഡിലീറ്റ് എഡ്ജസ് കൊടുക്കുക. കുറച്ച് കൺഫ്യൂസ് വരുന്നുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാട്ടോ. നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒന്നും കൂടി നോക്കിയാൽ മതി. അതായത് എഡ്ജസിനെ ഞാൻ ഇതിൻ്റെ ഉള്ളിലുള്ള എഡ്ജസിനെ ആദ്യം നോക്കണ്ട കേട്ടോ. പുറമേലെ എഡ്ജസിനെല്ലാം നോക്കണ്ട, ഉള്ളിലുള്ള കോഡ്സിനെ ക്ലിയർ ചെയ്യുക. ആദ്യം അത് ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ ഉള്ളിലുള്ള കോഡ്സ് കറക്റ്റ് ആക്കിയിട്ടുണ്ട്. കണ്ട 4 ആക്കിയിട്ടുണ്ട്. ഇതിന് പുറത്തില്ല മാത്രമേ ഉള്ളൂ. പുറത്തില്ല അവിടെ തന്നെ കിട്ടെ, ഞാൻ അത് ശ്രദ്ധിക്കുന്നില്ല. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഇവിടുന്ന് എടുത്തിട്ട് ഇവിടുത്തെ കൊടുക്കുന്നു. അപ്പോൾ എന്തായി? 1 2 3 4, ഇത് 4 ആയില്ലേ? ഓക്കെ, 1 2 3 4, ഇവിടെ 4 1 ഉണ്ടോ? അത് സോൾവ് ആയിട്ടുണ്ട്. ഇനിയിപ്പം വേണ്ടത് നമുക്കിതാ ഈ സൈഡത്തെ എഡ്ജ് മാത്രം പിടിച്ചിട്ട് നമുക്ക് പോവാം. ഇതാ ഇവനെ ഇവിടുത്തിട്ട് ഇവിടെ കൊടുക്കാം. ഓക്കെ, ഇവനെ എടുത്തിട്ട് ഇവിടെ കൊടുക്കാം. ഓക്കെ, അപ്പൊ അതേപോലെ സെയിം സാധനം തന്നെ ഇവിടെ ആവർത്തിക്കാം കേട്ടോ. അത് ഇവിടുന്ന് എടുത്തിട്ട് ഇവനെ ഇവിടെ എടുത്ത് കൊടുക്കാം. കണ്ടോ, അത് 4 ആണ്. ട്രയാങ്കിൾസ് അല്ല, 4 ആക്കിയിട്ടുണ്ട് ഞാൻ. കാരണം ഇത് അറ്റത്തായതുകൊണ്ട് ആർക്കും മനസ്സിലാവില്ല. കാരണം എഡ്ജസ് നമുക്ക് ഫേസ് കറക്റ്റായിട്ട് കിട്ടും ചെയ്യും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ എന്ത് ചെയ്യണം? ഫുൾ കൺഫ്യൂസ് ആണ്, കാണുമ്പോൾ തന്നെ വട്ടായിരിക്കും. ഇവനെ എടുത്തിട്ട് ഇവിടെ ഇടാം. എല്ലാം ഞാൻ ആ ഒരു ഗ്യാപ്പിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ ഇടാം. എന്ത് ചെയ്യണം? ഇതിനെടുത്തിട്ട് ഇവിടെ ഇടാം. അപ്പൊ ഇവിടെ 4 ട്രയാങ്കിൾസ് വന്നിട്ടുണ്ട്. നടുവത്തെ മാത്രം ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, എല്ലാ എഡ്ജസിനെയും എടുത്തിട്ട് ക്രോസ് ചെയ്തിട്ട് എൻ്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ എഡ്ജും കൂടി നോക്കാനുണ്ട്. ഇനിയിപ്പോൾ അവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ നോക്കി ഈ എഡ്ജസ് ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ സപ്പോർട്ടിങ് എഡ്ജസ് അല്ല കേട്ടോ. സപ്പോർട്ടിങ് എഡ്ജസ് പറഞ്ഞാൽ ഒരു സെഗ്മെന്റിന് ചുറ്റും അപ്പുറം ഇപ്പുറം സൈഡിൽ 2 എഡ്ജസ് വരുന്നതാണ്. അപ്പോൾ അതല്ല നമ്മൾ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇവിടെ ഇത് ക്രോസ് ചെയ്തിട്ടുണ്ട്. ഇവനെ എടുത്തിട്ട് ഇനിയിപ്പോൾ ഇങ്ങോട്ട് ക്രോസ് ചെയ്യണം. ഇതെടുത്തിട്ട് ഇതിലേക്ക് ക്രോസ് ചെയ്ത് നോക്കാം. ഇതിനെടുത്തിട്ട് ഇതിലേക്ക് ക്രോസ് ചെയ്യാം. 3 ആയില്ലേ? അല്ല, ഇവനല്ല വേണ്ട. ഇവിടെ എടുത്തിട്ട് ഇതിലേക്ക് ക്രോസ് ചെയ്യും. എഡ്ജസ് നോക്കണം കേട്ടോ, നിങ്ങൾ മാറിപ്പോകരുത്. ഉപയോഗിക്കുമ്പോൾ എഡ്ജസ് കറക്റ്റായിട്ട് ഉപയോഗിക്കണം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടുന്ന് എടുത്തിട്ട് ഇതിനെ ക്രോസ് ചെയ്തു. ഇവിടെ എടുത്തിട്ട് എല്ലാം ഒരേ എഡ്ജസിലേക്കാണ് ലൂപ്പ് പോകുന്നത്. കണ്ടോ, ഒന്നിലേക്ക് കയറി പോയത് 3 3 3 3 ആയിട്ട്. ഓക്കെ, 3 3 3 ആയിട്ട് ഒന്നിലേക്ക് ലൂപ്പ് പോയത്. അതുപോലെ ഇതിനെടുത്ത് ഇതിലേക്ക് കൊടുത്തു. ഉടനെ തന്നെ ഇതിനെടുത്തിട്ട് ഇതിലേക്ക് കൊടുത്തു എൻട്രൻസ്. അപ്പോൾ ഇതിനെ വേണ്ട, ഇതിന് സെൻട്രലിലാണ് ഡിലീറ്റ് എഡ്ജസ് കൊടുത്തു. മൾട്ടിക്കട്ട് എടുത്തു, ഇതിനെടുത്തു, ഇവിടെ കൊടുത്തു, എൻ്റർ അടിച്ചു. ഇതിനെടുത്തു, ഇവിടുത്തെ കൊടുത്തു, എൻ്റർ അടിച്ചു. അപ്പോൾ നടുവത്തെ വേണ്ട, ഈ എഡ്ജസ് വേണ്ട, ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് എഡ്ജസ്, ഡിലീറ്റ് കീബോർഡിലല്ലേ. അതാ ഇപ്പം നോക്കിയേ, ഇപ്പം ഈ ഒരു അവസ്ഥയിലായിരിക്കും നമ്മൾ എഡ്ജസ് ഉണ്ടാവല്. അല്ലെങ്കിൽ നിങ്ങളെ രീതിയിൽ ഒന്ന് സോൾവ് ചെയ്ത് നോക്കിട്ടാ. നിങ്ങൾക്ക് സോൾവ് ചെയ്തിട്ട് നിങ്ങൾ എനിക്ക് അയച്ചു തരുന്നുണ്ടെങ്കിൽ വാട്സപ്പിലേക്ക് കൂടിയിട്ട് എനിക്ക് ആ നമ്പറിൽ അയച്ചു തരുന്നുണ്ടെങ്കിൽ എനക്കും പഠിക്കാം. ഓക്കെ, ഞാൻ എൻ്റെതായിട്ടുള്ള രീതികളാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ഇതാ, അതായത് എഡ്ജസുകളെല്ലാം 4 ആയിരിക്കണം. സൈഡിലേക്ക് മാത്രം നമ്മൾ അധികം കയറി പോകുന്നില്ല. ലൂപ്പ് കണ്ടോ, ഈ ലൂപ്പിന് അങ്ങനെ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇനി 4 ആണോ നോക്കാം. ഇതൊന്ന് സേവ് ചെയ്യട്ടെ, ഫയലിൽ സേവ് കൊടുക്കുക. എല്ലാം 4 ആണോ നോക്കണം. ഇവിടെ 4, ഇവിടെ 4, ഇവിടെ 4, ഇവിടെ 4. ഓക്കെ, ഏകദേശം 4 ആണെന്ന് തോന്നുന്നു എല്ലാം. ഓക്കെ, 4 ഇവിടെ 4 വെർട്ടെക്സുകൾ ഇടന്ന് മുട്ടിയിട്ടുണ്ടോ എന്നാണ് നോക്കുന്നത്. ഓക്കെ, ഇവിടെ 4, ഇവിടെ 4 എഡ്ജസിനെല്ലാം നമ്മൾ കീപ്പ് ചെയ്ത് കറക്റ്റായിട്ട് വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വെർട്ടെക്സിനെ എല്ലാം ഒന്ന് ലെവൽ ചെയ്യുക. അത് നമ്മൾ
ചെയ്യുന്ന സമയത്ത് ടെക്സ്ചറിങ് ആർട്ടിസ്റ്റിന് ബുദ്ധിമുട്ടുന്ന രീതിയിൽ ചെയ്യരുത്. സോറി. അപ്പോൾ നമ്മളത് ഒന്ന് ക്ലിയർ ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ അതെല്ലാം കറക്റ്റ് ആക്കിയിട്ടുണ്ട്. എഡ്ജസ് കണ്ടോ, കണ്ടു കഴിഞ്ഞാൽ ഒരു 4 എഡ്ജ് ഇതാ കറക്റ്റായി കീപ്പ് ചെയ്ത് നമ്മൾ അങ്ങ് അധികം പോവാതെ ചെയ്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതൊന്ന് സ്മൂത്ത് ചെയ്ത് നോക്കാം. ഇനി സ്മൂത്ത് ചെയ്ത് നോക്കാം കണ്ടോ. അതായത് എവിടെയും പൊട്ടിയിട്ടില്ല, കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കറക്റ്റായിട്ട് 4 ആയിട്ട് തന്നെ പോയിട്ടുണ്ട് കേട്ടോ. ടെക്സ്ചർ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടൊന്നും വരില്ല. അപ്പോൾ അത് ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഇനി അത് നമ്മളൊന്ന് സേവ് ചെയ്യട്ടെ. ഇനി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ എല്ലാം നമ്മൾ എഡ്ജസ് കൊടുത്തു കണ്ടോ. ഈ എഡ്ജസ് ഇപ്പോൾ കറക്റ്റ് ആയില്ലേ, നമ്മൾ അധികം സപ്പോർട്ടിങ്. അല്ലെങ്കിൽ എന്താവെന്ന് പറഞ്ഞാൽ ഈ സപ്പോർട്ടിങ് എഡ്ജസ് എല്ലാം ഈ 3 എഡ്ജസ് ഇങ്ങോട്ട് കയറിപ്പോവും. എല്ലാത്തിലും എല്ലാം 3 അങ്ങനെ ആയിട്ട് പോകും. അപ്പോൾ നമുക്ക് എഡ്ജസ് ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനെ ക്രോസ് എഡ്ജ് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നുണ്ടാ. അപ്പോൾ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഏറ്റവും നല്ല കാര്യം. പിന്നെ നിങ്ങൾ ഇങ്ങനെയെല്ലാം ക്രോസ് ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ ബിവൽ ചെയ്യുന്നത് നമ്മൾ ഇൻസെർട്ട് ലൂപ്പ് കൊടുക്കുന്നത് തുല്യമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടാ. അപ്പോൾ ഇതുപോലെ ചെയ്യാം. ഇനി നമ്മൾ ഇവിടെ ഹൈറ്റ് സെഗ്മെന്റ് കൊടുക്കണം. ഹൈറ്റ് സെഗ്മെന്റ് നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യണം. ഇവിടെ ഹൈറ്റ് സെഗ്മെന്റ് ചെയ്യാം. ഇൻസെർട്ട് എഡ്ജ് എടുക്കുക. നമ്മൾ 1, 2, നമ്മൾ 3, നമ്മൾ 4. അത് നമ്മൾ കറക്റ്റായിട്ടുള്ള ലൂപ്പ് കിട്ടുന്ന ഇൻസെർട്ട് എഡ്ജും ഉപയോഗിക്കാം. അത് ഉപയോഗിച്ചാലും പ്രശ്നം വരുന്നില്ല. നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ അങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കാം. കണ്ടോ, ഇപ്പം കണ്ടോ കറക്റ്റായിട്ട് നമുക്ക് ലൂപ്പ് നമുക്ക് കറക്റ്റും. ഇവിടെ നമ്മളിങ്ങനെ ട്രയാങ്കിൾസിൽ ഇങ്ങനെ വെച്ചോണ്ട്, അതായത് ട്രയാങ്കിൾസിനെ 4 ആക്കിയോണ്ട് അത് ഇങ്ങനെ കയറി പോകുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ക്ലിയർ ആക്കിയിട്ടുണ്ട്. എഡ്ജസിനെ ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ അടുത്ത പണി എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ചെയ്തിരിക്കുന്ന അത് നമ്മളെ ഗ്രിപ്പ് നോക്കണം കേട്ടോ. എത്ര ഗ്രിപ്പാണ് നമ്മൾ വന്നത് കണ്ടോ, ഇത്ര ആണ് ഗ്രിപ്പ്. ഇതിൽ കൂടുതൽ ഗ്രിപ്പ് വേണ്ട, ഇത് കറക്റ്റാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത പണി എന്ന് പറഞ്ഞാൽ ഈ ഗ്രിപ്പിനെല്ലാം എടുത്തിട്ട് നമ്മൾ ഒരു ഗ്രിപ്പാക്കി വെക്കുക. കൺട്രോൾ ഡി പ്രസ് ചെയ്തിട്ട് ഞാൻ ഈ ഗ്രിപ്പിനെ ഇവിടെ എടുത്ത് വെച്ചു കണ്ടോ. കറക്റ്റായിട്ട് വെക്കണേ. ഈ ഗ്രിപ്പിനെ എടുത്തിട്ട് ഇവിടെ വെച്ചു. ഈ ഗ്രിപ്പിനെ എടുത്തിട്ട് ഇവിടെ വെച്ചു. കുറച്ച് ബ്ലറായ പോലെ അല്ലേ. ഓക്കെ, അപ്പോൾ ആ ഗ്രിപ്പ് ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെ ലെവൽ ചെയ്തിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം അറിയാം, ഇവരെല്ലാം കൂടി സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഹിസ്റ്ററി ഒന്ന് ഡിലീറ്റ് ചെയ്യുക. കാരണം ഹിസ്റ്ററി കുറേ ഉണ്ടാവും. ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്തിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഹാങ് ആയിട്ട് പോകാൻ സാധ്യതയുണ്ട്. ഞാൻ സേവ് സീനേഴ്സ് ഞാനിവിടെ 3 കൊടുത്തിട്ടുണ്ട് കേട്ടോ. 3. ഓക്കെ, അപ്പോൾ ഇനി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം കൂടി സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ കമ്പൈൻ ചെയ്യാട്ടോ. നിങ്ങൾ ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്തതിന് ശേഷം കമ്പൈൻ ചെയ്യുക. കാരണം ഇത് ഒറ്റ ഒന്നാക്കിയിട്ട് മാറ്റാതെ. ഓക്കെ, നമ്മൾ സ്മൂത്ത് ചെയ്ത് നമ്മൾ നോക്കിയല്ലോ. സ്മൂത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. കാരണം ആ ഗ്രിപ്പ് കറക്റ്റായിട്ട് കട്ട് അങ്ങനെ വന്നിട്ടുണ്ട്. നേരത്തെ അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ സപ്പോർട്ടിങ് എഡ്ജസ് കൊടുത്തപ്പോൾ അത് നീറ്റായിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതാ ഈ എഡ്ജസും തമ്മിൽ മുട്ടിച്ച് ലെവലാക്കി ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾ ചെയ്യുന്ന പോലെ ചെയ്യാം. ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. നമുക്ക് ഇതിന്റെ റിസൾട്ട് കിട്ടിയാൽ മതി. ട്രയാങ്കിൾസ് ഉണ്ടാവരുതെന്ന്. ഓക്കെ, ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വരച്ചിരിക്കുന്ന ഈ സാധനത്തിന് നമ്മൾ കുറച്ചൊന്ന് പൊന്തിച്ച് നോക്കാം. അതായത് വണ്ടിയുടെ ടയർ എനിക്ക് ഇത്ര വലുപ്പത്തിൽ മതി കണ്ടോ. എനിക്ക് ഇത്ര വേണ്ടാട്ടോ. ഇത്ര കുറേ എഡ്ജസ് നമ്മളെ ഇത് കുറേ ഗ്രിപ്പ് വരും. അപ്പോൾ എനിക്ക് ഏകദേശം ഇത്ര മതി. അല്ലെങ്കിൽ നിങ്ങൾ ആ ടോപ്പിൽ കൊടുത്തിരിക്കുന്ന അതേപോലെ ഒരു മോഡൽ ഷീറ്റ് ഫ്രണ്ടിൽ കൂടി വെച്ചാൽ അതിന് കണക്കായിട്ട് ടയർ വെക്കാൻ പറ്റും കേട്ടോ. അതും ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെയും ചെയ്യാൻ പറ്റും. ഞാൻ ഇവിടെ ഉണ്ടോ നോക്കട്ടെ. നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നില്ല, നിങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രയാസം വരണ്ട. സൈഡിലാണ് പോകേണ്ടത്, ഫ്രണ്ടിലല്ല. ഇമ്പോർട്ട് ഇമേജിൽ സൈഡിലല്ലേ നോക്കട്ടെ. ടോപ്പിൽ നിന്ന് ഇങ്ങനെ വന്നു. സൈഡിലല്ല, ഫ്രണ്ടിലാണ് കേട്ടോ. സോറി. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഈ ഒരു ഇങ്ങനെ നിന്നോട്ടെ. ഞാനിന്ന് നിങ്ങൾക്ക് ഡൗട്ട് വരുന്നുണ്ടായതുകൊണ്ട് ഇമേജ് പ്ലെയിൻ ഇമ്പോർട്ട് ഇമേജ് പോയി. ഞാൻ ഡെസ്ക്ടോപ്പിൽ പോയി. ഞാൻ എൻ്റെ ഫോൾഡറാണ് കേട്ടോ ഈ കഥ പറയുന്നത്. ഇതിൽ ഫ്രണ്ട് ഉണ്ടാവും തോന്നുന്നു എനിക്ക്. ഇവിടെ എവിടെയോ ഉണ്ട്. ഓക്കെ, അത് വേറെ ടയറാണെന്ന് തോന്നുന്നു കേട്ടോ. കണ്ടിട്ട് എനിക്ക് ഏകദേശം നമുക്കൊരു ഗ്രിപ്പ് പിടിക്കാതെ പറഞ്ഞിട്ടാണ്. സെൻറ്റർ ആക്കി ഏകദേശം ഒരു സെൻറ്റർ വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഞാൻ ഇതിന് ഏകദേശം സെൻറ്ററാക്കി വെച്ചിട്ടുണ്ടെങ്കിലും ടയറിൻ്റെ ഗ്രിപ്പ് വ്യത്യാസമുണ്ട്. കുറേ വലുതാക്കേണ്ടി വരും. ഉണ്ടോ, മോഡൽ ഷീറ്റ് ഇതിന് വേണ്ടി മുട്ടിക്കേണ്ടി വരും, തുല്യാക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഒന്ന് ചെറുതാക്കേണ്ടി വരും. ഇത് കുറച്ചും കൂടി താഴത്തേക്ക് വെക്കേണ്ടി വരും. ഈ മോഡൽ ഷീറ്റിനാ എടുത്തിട്ട് നിങ്ങൾ ടോപ്പ് വ്യൂവിൽ പോയിട്ട് ഇതിനെ കുറച്ചൊന്ന് ബാക്കോട്ട് നോക്കാം കേട്ടോ. ഇത് നോക്കിയിട്ട് അല്ലെങ്കിൽ ഇത് കാണാൻ പറ്റില്ല, ഫ്രണ്ടിൽ കാണാൻ പറ്റില്ല നമുക്ക്. ഓക്കെ, ഇപ്പോൾ ക്ലിയറായി. അപ്പോൾ ഇത് ഞാനൊന്ന് എന്ത് ചെയ്യുക, നമ്മൾ പഴയ ലോക്ക് ഉപയോഗിക്കുക. നമ്മൾ ലോക്ക് ഉപയോഗിക്കുക. ഓക്കെ, ലോക്ക് ഉപയോഗിക്കുക. എന്നിട്ട് ഇതിനെ എടുത്തിട്ട് കറക്റ്റായിട്ട് ഇവിടെ കൊണ്ടുപോകാം. ഈ ഗ്രിപ്പ് ഇതിന് കണക്കായി മെയിൻറ്റെയിൻ ചെയ്തു. മുകളിലോട്ട് വെക്കരുത് കേട്ടോ. ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടാവും അങ്ങനെ ഫീൽ ചെയ്യുന്നു കേട്ടോ. ഇത് വേണ്ടെങ്കിൽ വേണ്ട, ഞാനിപ്പോൾ ഒരു അളവ് നോക്കാൻ വേണ്ടിയിട്ട് മാത്രമേ വെച്ചിട്ടുള്ളൂ. നിങ്ങൾ കറക്റ്റായിട്ട് കിട്ടുന്ന ഒരു മോഡൽ ഷീറ്റാണ് നിങ്ങൾ അങ്ങനെ ഉപയോഗിച്ചാൽ മതി കേട്ടോ. കറക്റ്റായിട്ട് അതിൽ കിട്ടുന്ന ഒരു മോഡൽ ഷീറ്റാണ് നിങ്ങൾ അങ്ങനെ ഉപയോഗിച്ചാൽ മതി. സെയിം സാധനമായിട്ട് ഉപയോഗിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇത് ലെവലാക്കിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണോ, ഈ ടയറിൻ്റെ എപ്പോഴും ഇങ്ങനെ വരില്ല, സൈഡിൽ ഇങ്ങനെ വരില്ല, സ്ട്രെയിറ്റ് ആയിട്ട് വരില്ല. അപ്പോൾ അതൊന്ന് റൗണ്ടാക്കി എടുക്കണം. അതിന് റൗണ്ടാക്കി എടുക്കാൻ നമ്മളൊരു ടൂൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇവിടെ നമ്മളെ ഡിഫോമിൽ നോൺ ലിനിയർ അതിൽ ബെൻഡ് എന്ന് പറഞ്ഞൊരു ടൂൾ ഉണ്ട്. ആ ടൂള് നിങ്ങൾ ഉപയോഗിക്കുക കേട്ടോ. ബെൻഡ് പറഞ്ഞ ടൂൾ ക്രിയേറ്റ് കൊടുക്കുക. ക്രിയേറ്റ് കൊടുത്താൽ ഇങ്ങനെ ഉണ്ടാവും ഈ സാധനം കേട്ടോ. ഇങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ഉണ്ടാവില്ലേ. ഇതിനെന്ത് ചെയ്യുക, നമ്മൾ റൊട്ടേറ്റ് ടൂൾ ഉപയോഗിച്ചിട്ട് ഇതിനെ തിരിച്ചു പിടിക്കാം. നമ്മൾ എങ്ങനെ തിരിച്ചെടുക്കുക, അതിന് ടോപ്പിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് 90 ഡിഗ്രി ഉണ്ടാവണം കേട്ടോ. ഇങ്ങനെ ഉണ്ടാവണം, ഇങ്ങനെ കിട്ടണം. ഇങ്ങനെ കിട്ടിയിട്ട് ഇതിനൊന്ന് ചെരിക്കണം. ചെരിക്കുന്നതിന് മുമ്പിലെ ഇതിൻ്റെ ഗിസ്മോ എന്ന് പറഞ്ഞൊരു സാധനം, ആ സാധനം നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് നോക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഈ കർവേച്ചർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കർവേച്ചർ എടുത്തിട്ട് ഒരു മിനിറ്റ്, ഈ കർവേച്ചർ എടുത്ത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തിരിക്കുക. അപ്പോൾ അതിൻ്റെ ഗിസ്മോ കിട്ടിക്കണ്ടോ, ഇത് ഗിസ്മോ അല്ലേ, ഗിസ്മോ ലൈൻ എന്ന് പറയും. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, 90 ഡിഗ്രി അതിനെ റൊട്ടേറ്റ് ചെയ്യുക, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക കണ്ടോ. അപ്പോൾ അത് കറക്റ്റ് 90 ഡിഗ്രി ആണ്. ഇനി എന്ത് ചെയ്യണം അറിയോ, നിങ്ങൾ ഇനി എന്ത് ചെയ്യണം, ഈ ഷീറ്റ് ഒന്ന് കൺട്രോൾ H കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഗിസ്മോനെ സെലക്ട് ചെയ്തിട്ട് നിങ്ങളിതിനാ ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട് ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക അറിയോ, ഇതിനാ ഗിസ്മോ ഓഫ് ചെയ്യുക, റീസെറ്റ് ചെയ്യുക. ഞാൻ ആദ്യം തൊട്ട് പറയുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത ലൈൻ അല്ലാതെ ഇതിനെ ലൈൻ കറക്റ്റ് ചെയ്യുക. ഇതിനെ കറക്റ്റ് ചെയ്യുക ലൈൻ കണ്ടോ, മനസ്സിലായില്ലേ. ഇതിന് ലൈൻ കറക്റ്റ് ചെയ്യുക. ലൈൻ കറക്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ കർവേച്ചർ ചെയ്താൽ മതി കേട്ടോ. കണ്ടോ, അപ്പോൾ കർവേച്ചർ ഇങ്ങനെ കിട്ടിയില്ലേ, ഇങ്ങനെയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഈ കർവേച്ചർ ലൈനിനെ നമ്മൾ 90 ഡിഗ്രി നമ്മൾ താഴോട്ട് കൊടുക്കണം. അപ്പോൾ എന്തായി, ഇവിടെ 90 ഡിഗ്രി ഓൺ ചെയ്യുക, 90 ഡിഗ്രി ഓൺ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ താഴോട്ടേക്ക് കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ കിട്ടും. അപ്പോൾ ടോപ്പ് വ്യൂവിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും. മനസ്സിലായില്ലേ. സൈഡ് വ്യൂവിൽ പോയിട്ട് നിങ്ങൾ ഈ കർവേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുക. എത്ര വേണ്ട, ഇങ്ങനെ ഇത്ര വേണ്ട കേട്ടോ, ഇത്ര മതി. കാരണം 4 ഗ്രിപ്പ് ഇങ്ങനെ വരുന്നുണ്ട് നമുക്ക്, ഇത്ര മതി. മനസ്സിലായില്ലേ. അപ്പോൾ അതങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ വരുന്നു. അതൊന്നുകൂടി നോക്കണം കേട്ടോ, ചെക്ക് ചെയ്യണേ. ഇതെല്ലാം പ്രയാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്യാതെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫ്രണ്ട് മനസ്സിലാവില്ല. ഇത് ഇങ്ങനെ ഒരു സൈഡ് ചെരിഞ്ഞിട്ട് വരുന്ന ഒരു ടയറിന്റെ ഗ്രിപ്പാണ്. അപ്പം ഇത് നല്ലോണം ശ്രദ്ധിക്കണം. ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും. കറക്റ്റായിട്ടാണോ ഗിസ്മോ വരുന്നത്, ഗിസ്മോ ലൈൻസുകൾ കറക്റ്റാണോ ഉണ്ടോ. ഗിസ്മോ ലൈൻസ് ഇവിടുന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട്, അപ്പം മനസ്സിലാക്കണം ചെരിഞ്ഞിട്ടുണ്ട്. ഗിസ്മോ മനസ്സിലായില്ലേ, ലൈൻസ് ഗിസ്മോ ലൈൻസ് ഇതാണ് കേട്ടോ. ഇതാണ് കർവേച്ചർ ഗിസ്മോ ലൈൻസ് ഉണ്ടോ, ഇതാണ് സാധനം. അപ്പോൾ അത് കറക്റ്റായിട്ടുണ്ടോ നോക്കണേ. അത് നോക്കിയിട്ടില്ലെങ്കിൽ ഈ ഗ്രിപ്പ് നമുക്ക് മനസ്സിലാവില്ല. കറക്റ്റായിട്ട് നമ്മൾ നോക്കി മാത്രം മനസ്സിലാക്കി മാത്രം ചെയ്താൽ മതി. ഓക്കെ, ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിതൊന്ന് സേവ് ചെയ്യുന്നുണ്ട്. നിങ്ങളും അതുപോലെ സേവ് ചെയ്യാം കേട്ടോ. നിങ്ങൾ ഇൻക്രിമെന്റ് സേവ് ചെയ്യണേ. ഞാൻ ചെയ്യുന്ന മണ്ടത്തരൊന്നും കാണിക്കരുത്. കാരണം ഞാൻ ചെയ്യുന്ന പോലെ എനിക്ക് കുറേ ഫ്രീ വർക്കുകൾ ഞാൻ ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഇൻക്രിമെന്റ് സേവ് ചെയ്ത് വെക്കാൻ എനിക്ക് ആവശ്യമില്ല. നമ്മളെ യൂട്യൂബിൽ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതിന് മാത്രമേ ഞാൻ ഇത് ഉപയോഗിക്കുന്നുള്ളൂ. എന്നിട്ട് കുറയുമ്പോൾ ഈ ഫയൽ ഡിലീറ്റ് ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പം ഇതിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, ഇതിന് മെയിൻ എഡ്ജസിനെ സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ എഡിറ്റ് പോയി ഡിലീറ്റ് ബൈ ടൈപ്പ് ഹിസ്റ്ററികളെ. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ തന്നെ ആ സാധനം അവിടെ തന്നെ ഉണ്ടാവും. ഇനി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഏകദേശം നമ്മൾ വരച്ചിരിക്കുന്ന ഇത് വളരെ ചെറുതായ പോലെ തോന്നുന്നത്, ഇത്ര അടുത്ത് വന്ന പോലെ തോന്നും. ഇതിന് കുറച്ച് പൊന്തിച്ചാലോ, കുറച്ച് പൊന്തിച്ച് വെക്കാം കേട്ടോ. ഇത്ര വേണം ഉണ്ടായത്.
നോക്കാം, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് അത് ഫയൽ സേവ് ചെയ്ത് വെക്കാം. കാരണം എന്തെങ്കിലും ഒരു അബദ്ധം ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു പോകാമല്ലോ, പ്രശ്നമില്ല. അപ്പോൾ ഏകദേശം ഞാൻ ഇത്ര വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അതായത് ഇപ്പോൾ ഈ ടയറിൻ്റെ ഒരു റൗണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും അല്ലേ, ഇങ്ങനെയാണ് ഈ ടയറിൻ്റെ റൗണ്ട് വരുന്നത്. അപ്പോൾ നിങ്ങളെ ഏകദേശം അതിന് ഗ്രിപ്പിന് കണക്കായിട്ട് വെച്ചാൽ മതി. ഇത് ഇങ്ങനെ വരും, ഇങ്ങനെ വരും അല്ലേ. ഓക്കെ, ഇനി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മോഡിഫൈ പോയി ഇതിന് സെൻറ്റർ പിവറ്റ് കൊടുക്കുക. ഒബ്ജക്റ്റിന് സെൻറ്റർ പിവറ്റ് കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിനെ ഡിയും എക്സും പ്രസ് ചെയ്തിട്ട് ഇതിനെ നേരെ ഈ പിവറ്റ് പോയിന്റിലാണ് പിടിക്കേണ്ടത്, ആ റൗണ്ടിൽ പിടിക്കരുത്. ഡിയും എക്സും പ്രസ് ചെയ്ത് പിവറ്റ് പോയിന്റ് ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇങ്ങനെ നമ്മൾ സെൻറ്ററിലേക്ക് സ്നാപ്പ് ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്തല്ലോ. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇനി പരിചയപ്പെടുത്താൻ പോകുന്നത്, അതായത് ഓട്ടോഡെസ്കിന്റെ ഒരു പുതിയ വേർഷൻ എന്ന് പറഞ്ഞാൽ കുറേ കാലമായി ഈ വേർഷൻ ഈ ഒരു പ്ലഗിന്റെ വേർഷൻ വന്നിട്ട്. അപ്പോൾ ഇതിന്റെ അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു എനിക്ക്. ഇനിയിപ്പോൾ 2024 സോഫ്റ്റ്വെയറിൽ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തും. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ മാറ്റങ്ങൾ വരുന്നതെന്ന് ഞാൻ കാണിച്ചു തരും കേട്ടോ. അപ്പോൾ അത് മാത്രമേ എനിക്ക് കാണിക്കാൻ പറ്റൂ. കാരണം ഒരു പ്രൊജക്റ്റിന്റെ ഭാഗമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ വേർഷൻ കുറച്ച് നന്ന പഴയതല്ല. ഞാനൊരു ഏകദേശം ഒരു 2 വർഷം ഡൗൺ ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതായത് എൻ്റെ ഒരു ഫ്രീലാൻസ് വർക്കിന്റെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വേർഷനാണ്. അതായത് നിങ്ങൾ പല കമ്പനികളിലും പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന പുതിയ ഒരു വേർഷൻ ഉപയോഗിക്കൂല കേട്ടോ. അതായത് അവിടെ ഉപയോഗിക്കുന്ന ചിലപ്പോൾ 2014, 16, 18, 20 അങ്ങനെയുള്ള ഉപയോഗിക്കുന്ന കമ്പനികളുണ്ട് കേട്ടോ. അതുപോലെ ഈ ടൂൾസുകൾ അത് ഉപയോഗിക്കുന്ന ചിലപ്പോൾ അവരുടേതായിട്ടുള്ളൊരു ടൂൾസുകളുണ്ട്, അവരുടേതായിട്ട് ട്രെയിനിങ് തരുന്നുണ്ട്. അപ്പോൾ ഇതെന്തിനാ സാറേ പഠിക്കുന്നത് വിചാരിക്കരുത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഓരോ ഇതിനും നമ്മളനുസരിച്ച് പ്രൊജക്റ്റിനനുസരിച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ കാണുന്ന ഈ ക്യാമറ കാര്യങ്ങൾ സാധനങ്ങളുണ്ടോ, അതെല്ലാം ഒന്ന് കൺട്രോൾ വെച്ചെടുത്തിട്ട് ഒന്ന് ഹൈഡ് ചെയ്യാം കേട്ടോ. അതെല്ലാം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഹൈഡ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യരുത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ആനിമേഷൻ മെനുവിൽ പോവാ. ഇവിടെ മാഷ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവും. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വിൻഡോയിൽ സെറ്റിംഗ് പ്രിഫറൻസിൽ പ്ലഗിൻ മാനേജറിൽ മാഷ് എന്ന് അടിച്ചു കൊടുക്കുക, MASH. അപ്പോൾ MASH.mll എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവും. ഈ സാധനം ഇല്ലെങ്കിൽ നിങ്ങളെ ആനിമേഷൻ ഇവിടെ ഫംഗ്ഷനിൽ നിങ്ങൾക്ക് ഇവിടെ ഇത് കാണൂല കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, ഈ സാധനം ഓണാക്കിയിട്ട് വേണം നിങ്ങൾ വർക്ക് ചെയ്യാൻ. അപ്പോൾ ലോഡഡ് ആദ്യം കൊടുക്കുക, ഓട്ടോ ലോഡഡ് പിന്നെ കൊടുക്കാവോ. ഓട്ടോ ലോഡഡ് ആദ്യം കൊടുത്തിട്ട് ലോഡഡ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ഹാങ് ആയിട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ലോഡഡ് കൊടുക്കുക, ഓട്ടോ ലോഡഡ് കൊടുക്കുക. ഞാൻ ഇത് ആദ്യം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്യുക. അപ്പോൾ ആ സാധനം ഇവിടെ വരും കേട്ടോ. ആനിമേഷനിൽ ഇവിടെ മാഷ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ മാഷിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അതായത് ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്ത് ഒബ്ജക്റ്റിന് ഇവിടെ സെന്റർ നമ്മൾ പിവറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മാഷിൽ ഇവിടെ പോവാ. ഇവിടെ ക്രിയേറ്റ് മാഷ് നെറ്റ്വർക്ക്. ഇതിന്റെ മാഷ് നെറ്റ്വർക്ക് കുറെ പഠിക്കാനുണ്ട് കേട്ടോ, പല രീതിയിൽ പഠിക്കാനുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞുതരും എങ്ങനെയല്ല ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. മനസ്സിലായില്ലേ, ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് പറഞ്ഞാൽ നമ്മൾ വേറെ ഒന്നിനും പോവാതെ ഡയറക്റ്റ് ആയിട്ട് തന്നെ കൊടുത്ത് ഒരു കേവിന് അനുസരിച്ചിട്ടല്ല നമ്മളിവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഡിസ്ട്രിബ്യൂഷൻ ടൈപ്പ് ഉണ്ട്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ലൈനല്ല കൊടുക്കേണ്ടത്, ഈ ലൈൻ സെലക്ട് ചെയ്യുക, ഈ ലൈനല്ല ഈ ഒരു സർക്കിളിനെ സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ പല രീതിയിൽ ചെയ്യാം കേട്ടോ, അത് ഞാൻ പറഞ്ഞുതരാം. അപ്ലൈൻ ക്ലോസ് കൊടുക്കുക. അപ്ലൈൻ ക്ലോസ് കൊടുക്കുന്ന സമയത്ത് കണ്ടോ നമുക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടോ. നമുക്ക് ഒരു മിനിറ്റ് സേവ് ചെയ്തിട്ട് കണ്ടോ നമുക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട്. കണ്ടോ ഈ ടയറിന്റെ ആ ഒരു ഇത് ഇങ്ങനെ വന്നിട്ടുണ്ട്. എത്രയാണെന്ന് വേണ്ടത്. അപ്പോൾ ഇതും കുറച്ചും കൂടി ഒന്ന് പൊന്തിക്കേണ്ടി വരും കേട്ടോ. ഈ ടയർ ഇതൊന്നും പോരാന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചും കൂടി ഒന്ന് ഇതിന്റെ ഹൈറ്റ് പൊന്തിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ചെയ്യുന്നതിൽ കുറച്ച് മിസ്റ്റേക്ക് വരും. ഉണ്ടോ, ഇത് കുറച്ചും കൂടി ഒന്ന് പൊന്തിച്ച് വെക്കണം. ഇത്ര പൊന്തണം, എന്നാലേ ആ ടയറിനൊരു വൃത്തി ഉണ്ടാവും. വൃത്തി ഉണ്ടാവില്ല. നിങ്ങൾ മോഡൽ ഷീറ്റ് അനുസരിച്ച് ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ചും കൂടി പൊന്തിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാ ഇത്ര പൊന്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ അതിനൊരു രസം ഉണ്ടാവില്ല. ഓക്കെ, എന്നിട്ട് ഡിയും എക്സ് പ്രസ് ചെയ്ത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അത് അവിടെ തന്നെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി അതാ ഞാൻ പറഞ്ഞത്, ഒന്നും കൂടി നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം മാഷ് ഒന്ന് ക്രിയേറ്റ് ചെയ്താൽ മതി. എന്നിട്ട് മാഷ് സെലക്ട് ചെയ്തു, അപ്ലൈ ക്ലോസ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ വന്നിരിക്കുന്ന മാഷിനെ നമ്മൾ എന്ത് ചെയ്യുക, കൺട്രോൾ എ അടിക്കുക. കൺട്രോൾ എ അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ പൊന്തിച്ച് വെച്ചാൽ നമ്മൾ ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. മാഷ് ഡിസ്ട്രിബ്യൂട്ട്, അതായത് കൺട്രോൾ എ അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ ആട്രിബ്യൂട്ട്സ് എഡിറ്റ് വരും. ഇവിടെ മാഷ് ഡിസ്ട്രിബ്യൂട്ട് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യാറോ, ടോപ്പ് വ്യൂവിൽ പോയിട്ട് നിങ്ങൾ നോക്കണം കേട്ടോ. നമ്മൾ ഇതാണ് നമ്മുടെ സെഗ്മെന്റ്, ഇത് നമ്മുടെ മെയിൻ ഡിസ്ട്രിബ്യൂഷൻ വരുന്നുള്ളത്. നമ്മൾ ഇവിടെ എന്ത് ചെയ്യുക, മാക്സിമം നമ്മൾ നമ്പർ ഓഫ് പോയിന്റ് കൊടുക്കുക. അപ്പോൾ അതിന് കറക്റ്റായിട്ട് അവിടെ എത്തണം കേട്ടോ. അവിടെ കറക്റ്റായിട്ട് എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നമ്പർ ഓഫ് പോയിന്റ് ഒഴിവാക്കുക. കണ്ടോ
വന്നില്ലേ? അതായത് നമുക്ക് എത്രയാണോ വേണ്ടത് ആ എഡ്ജസിൽ വരുന്നത് അതിന് കണക്കായിട്ട് മാത്രമേ നമ്പർ ഓഫ് പോയിന്റ് നിങ്ങൾ കൊടുക്കാവൂ. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അതങ്ങ് കയറി എവിടെ എത്തിപ്പോകും. കണ്ടോ, ഇത് നോക്കണ്ട കേട്ടോ, ഇത് മോഡൽ ഷീറ്റിന്റെ ഒരു പ്രശ്നമാണ്. നമ്മൾ ഗ്രിപ്പ് കൊടുത്ത് കണ്ടോ, ഇത് കറക്റ്റായിട്ട് കൊടുക്കുക. ഇത് ഇങ്ങനെ കൊടുത്ത് കുറെ കൊടുക്കരുത്. ഞാൻ ഇതൊന്ന് സേവ് ചെയ്യട്ടെ, എനിക്ക് ഇയാൾ അത്ര വിശ്വാസമില്ല. കുറേ വർക്കുകൾ എൻ്റെ അടുത്തുണ്ട്, അപ്പോൾ എനിക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാനൊരു 6 കൊടുക്കട്ടെ. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇങ്ങനെ നമ്പർ ഓഫ് പോയിന്റ് കൊടുക്കുമ്പോൾ അതിന്റെ ഉള്ളിലോട്ടാണ് വലിഞ്ഞു കയറി പോകുന്നത്. അങ്ങനെ ചെയ്യരുത്. കറക്റ്റായിട്ട് ഇതാ എവിടെയാണോ നമ്മളെ ഇത് വരുന്നില്ലേ അതിന് കണക്കായിട്ട് മാത്രം കൊടുക്കുക. അപ്പൊ ആ കറക്റ്റ് അവിടെ തന്നെ നിന്നോളൂ. ഇത് ശ്രദ്ധിക്കണ്ട കേട്ടോ, അത് കാരണം സെൻട്രൽ അല്ല നമ്മുടെ ഈ ഒരു സാധനമില്ലേ, ഇതിനെല്ലാം തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു എഡ്ജസ് എങ്ങനെയാണോ വന്നത് ആ ഗ്രിപ്പ് അത് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുക. പിന്നെ അതുപോലെ ഓപ്സെറ്റ് വാല്യൂസ് കൊടുക്കരുത് കേട്ടോ. ഓപ്സെറ്റ് ഇവിടെ ഉണ്ട്, ഇവിടെ സെറ്റ് ഓപ്സെറ്റ് ഉണ്ട്, ഇങ്ങനെയും കൊടുക്കരുത്. കാരണം അത് കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് തെന്നി മാറിപ്പോവും. അതും നിങ്ങൾ ചെയ്യരുത്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ടയർ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ടയർ ഉണ്ടാക്കി നിങ്ങൾക്ക് വലിപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അതിൽ മാറ്റം വരുത്താനൊന്നും പോകരുത്. റേഡിയസിലൊന്നും പിടിച്ച് വലിക്കരുത്. റേഡിയസ് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇനിയും വലിയും. കണ്ടോ, ഇങ്ങനെയും വലിയും. മനസ്സിലായില്ലേ? ഇനിയും നിങ്ങൾക്ക് വേണമെങ്കിൽ വലിപ്പം കൂട്ടാം. എത്രയാണോ വേണ്ട അതിന് വലിപ്പം കൂട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? എനിക്ക് ഇത്ര മതി, എനിക്ക് ഈ ഒരു ടയറിന്റെ തിക്നെസ് ഇത്ര മതി എന്നുള്ള ഒരു ഉറപ്പ് വന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ തന്നെ നിർത്തിക്കോളാം. മനസ്സിലാവുന്നുണ്ടോ? റേഡിയസ് പിടിച്ച് വലിക്കരുത്. റേഡിയസ് വലിക്കുമ്പോൾ ഇവിടെ നോക്കണം കേട്ടോ. ഇനിയിപ്പോൾ റേഡിയസ് വലിക്കുന്നിട്ട് തന്നെ നിങ്ങളെ ഫ്രണ്ടിൽ നോക്കണതാ, ഇങ്ങനെ ഇങ്ങനെ വലിയും. കണ്ടോ, അപ്പൊ വീണ്ടും നിങ്ങൾ നമ്പർ ഓഫ് പോയിന്റ്സ് നിങ്ങൾ കൂട്ടേണ്ടി വരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്പർ ഓഫ് പോയിന്റ്സ് കൂട്ടുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതിന് കണക്കായിട്ട് ഇന്ന് വലിക്കേണ്ടി വരും. റേഡിയസ് കണ്ടോ, ഈ ഒരു കണക്കിനനുസരിച്ച് വലിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് പോയിന്റ് വീണ്ടും നിങ്ങൾ നോക്കേണ്ടി വരും, കൂട്ടി കൊടുക്കേണ്ടി വരും. മനസ്സിലായില്ലേ? ഞാനിപ്പോൾ 50 കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇപ്പൊ ഇത് കറക്റ്റ് ആയിട്ടുണ്ട്. മോഡൽ ഷീറ്റിന് കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് എത്രയാണോ ടയറിന്റെ വലിപ്പം വരുന്നത് അതിനനുസരിച്ച് നിങ്ങൾ മാറ്റം വരുത്തിയാൽ മതി. മനസ്സിലായില്ലേ? അപ്പോൾ ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത പണി നമ്മൾ എടുക്കാൻ പോകുന്നത്, ഇത് ക്ലിക്ക് ചെയ്യുക, ഇതിന് ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യുക. എഡിറ്റ് ഡിലീറ്റ് ബൈ ടൈപ്പ് ഹിസ്റ്ററി നിർബന്ധമായി ഡിലീറ്റ് ചെയ്യണേ. അപ്പൊ ഗ്രിപ്പ് നമ്മൾ ഇത്ര വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇത്ര വരെ ചെയ്തിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇതും കൂടി ചെയ്യാം. ഇത് നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ അടുത്തത് വരുന്ന പറഞ്ഞാൽ ഒരു ഗ്രിപ്പ് നമുക്ക് താഴോട്ടേക്ക് വരുന്ന രീതിയാണ്. അതിൻ്റെ ഉദാഹരണം കാണിക്കുക എന്നാന്നുള്ളത് ഇപ്പോൾ ഇവിടെ ഈ ചിത്രത്തിൽ കാണിച്ചു തരാം. ചിത്രത്തിൽ ഞാൻ കാണിച്ചു തരാം. ഇവിടെ കണ്ടോ, ഈ ഗ്രിപ്പ് ഇതിന്റെ ഉള്ളിലോട്ട് ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വരുന്നില്ലേ? അപ്പൊ ഈ ഒരു ഭാഗമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ടുള്ള ഭാഗമല്ല, ഇത് സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഭാഗം കൂടി ഒന്ന് സെപ്പറേറ്റ് ചെയ്യുന്നത് നല്ലത്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കാം എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാനിതാക്കി ഒരു സിലിണ്ടർ എടുത്തിട്ട് ആ സിലിണ്ടറിൽ നമ്മൾ ഈ ക്രിയേറ്റീവ് പോളിഗൺ പ്രോപ്പർട്ടീസിൽ ഇന്ററാക്റ്റീവ് ക്രിയേഷൻ വേണ്ട കേട്ടോ, അത് ഓഫ് ചെയ്യാം. കാരണം 0 വാല്യൂയിൽ തന്നെ കിട്ടാൻ, നമുക്ക് സെൻട്രൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിനെ റൊട്ടേറ്റ് ചെയ്യാൻ എല്ലാവർക്കും അറിയാമല്ലോ, 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുക. 90 ഡിഗ്രി കറക്റ്റായിട്ട് റൊട്ടേറ്റ് ചെയ്തിട്ട് T പ്രസ് ചെയ്തിട്ട് അതിന്റെ റേഡിയസ് കൂട്ടാം. എത്രയാണെന്ന് വേണ്ടോ റേഡിയസ് കൂട്ടാം. അപ്പോൾ റേഡിയസ് കൂട്ടുന്ന സമയത്ത് ശ്രദ്ധിക്കണം കേട്ടോ, നമുക്ക് കറക്റ്റായിട്ട് വേണം റേഡിയസ് കൂട്ടാം. റേഡിയസ് നമുക്ക് ഇതിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാലേ നമ്മൾ അത് ചെയ്യുമ്പോൾ ഒരു 60 കൊടുക്കുക കേട്ടോ. അതിന്റെ സെഗ്മെന്റ് ഡിവിഷൻസ് നമ്മൾ ഒരു 60 കൊടുക്കുക, 60 കൊടുക്കുക. കാരണം 60 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ അടുത്ത് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ 60 കൊടുക്കാം. അതുപോലെ നമ്മൾ ഹൈറ്റ് ഒന്ന് ക്ലിയർ ചെയ്യുക. ഹൈറ്റ് ക്ലിയർ ചെയ്യുമ്പോൾ നോക്കണം തിക്നെസ് ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ ചിത്രം കാണിച്ചോളൂ. നേരത്തെ ഒരു ചിത്രം കാണിച്ചിട്ടില്ലേ, ഞാൻ ഒന്നും കൂടി കാണിക്കാം. ഇത് ഈ ഒരു ചിത്രം, അതായത് ഈ കട്ട് ചെയ്തിട്ട് ഉള്ളിലോട്ട് വരുന്ന ഈ ഒരു പോർഷൻ, ഇത് വേറെ ടയറാണ്. അപ്പം നമ്മൾ കാണിക്കുന്ന ഈ ഒരു സംഭവമാണ്. അപ്പൊ അങ്ങനെ കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ചൊരു ചെറിയൊരു ഗ്യാപ്പ് വെക്കണം. അപ്പോൾ നമ്മൾ ഡിവിഷൻസ് കറക്റ്റായിട്ട് നമ്മുടെ സബ്ഡിവിഷൻ ആക്സിസ് കൊടുത്തതിന് ശേഷം ഹൈറ്റ് ഒന്ന് ചെറുമാതിരി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ടോപ്പ് വ്യൂവിൽ പോയിട്ട് മനസ്സിലാക്കാൻ പറ്റും ഏകദേശം നമ്മൾ എത്രയാണെന്ന് അഡ്ജസ്റ്റ്. അധികം വേണ്ട കേട്ടോ, അധികം വന്നു കഴിഞ്ഞാൽ എല്ലാം കൂടി പുറത്തേക്ക് വരുന്ന ഒരു രീതിയാവും. അങ്ങനെ വേണ്ട. അപ്പൊ നമ്മൾ ഈ ചെയ്യുന്ന ഈ സാധനം ഇതിന് കറക്റ്റായിരിക്കണേ. അപ്പോൾ അതൊരു ശ്രദ്ധിക്കണം. അതും കൂടി കഴിഞ്ഞതിന് ശേഷം ക്യാപ്പ് നമ്മൾ നല്ലോണം കൂട്ടി വെക്കുക. ക്യാപ്പ് ഏകദേശം ഇത്ര ഒരു എമൗണ്ട് കൊടുക്കുക, ഒരു 13 കൊടുക്കുക. 13 കൊടുക്കുക. എന്തിനാ ക്യാപ്പ് കൊടുത്ത് നോക്കിക്കോ, ഞാൻ പറഞ്ഞുതരാം എന്തിനാണ് ഞാൻ ക്യാപ്പ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ക്യാപ്പ് കൊടുക്കുക. ക്യാപ്പ് കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ ഹൈറ്റ് സെഗ്മെന്റ് വേണം. സബ്ഡിവിഷൻ ഹൈറ്റ് സെഗ്മെന്റ് വേണം. അപ്പോൾ സെന്ററിലേക്ക് ഒന്ന് വീണു, 2 എണ്ണം അപ്പുറം ഇപ്പുറം കൊടുക്കുക. മനസ്സിലായില്ലേ? സബ്ഡിവിഷൻ ഹൈറ്റ്
അധികം കൊടുക്കണ്ട, ഇങ്ങനെ കൊടുത്താലും മതി കേട്ടോ. മൂന്നെണ്ണമായിട്ട് കൊടുത്താൽ സെൻറ്ററിൽ കിട്ടണമെന്നില്ല. കണ്ടോ, ഇതിൻ്റെ ഇടയിൽ ഒരു ഹൈറ്റ് സെഗ്മെൻറ്റ് കിട്ടണമെന്നില്ല. അപ്പോൾ അങ്ങനെ കിട്ടിയ നമ്മൾ. അപ്പോൾ അത് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കേണ്ടത് നോക്കിക്കോ, ഞാൻ ഡിവിഷൻസ് കട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ഇതാ ഇവിടുന്ന് ഈ ഒരു ഡിവിഷൻസ്, അതായത് കൺട്രോൾ അവിടെ മാത്രം സെലക്ട് ചെയ്ത് കൺട്രോൾ F11 അടിച്ചാൽ ഇതാ അതിന് താഴേക്ക് വരുന്നുണ്ട്. ഇത് ഈ ഒരു ഭാഗം നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്ത് പോകണം. അതായത് ഇതിന്ന് കട്ട് ചെയ്താലും പ്രശ്നമൊന്നുമില്ല, പക്ഷെ അത് ഒരു സുഖം തോന്നുന്നില്ല. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ നിന്ന് കട്ട് ചെയ്താലും പ്രശ്നമില്ല. അപ്പം ഞാൻ അവിടെ നിന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ, എവിടുന്നാണ് നിങ്ങൾ എഡ്ജ് സെലക്ട് ചെയ്താൽ ഈ 1 2 3 മൂന്നാമത്തെ ഇരുന്നാണ് സെലക്ട് ചെയ്ത് കൺട്രോൾ F11 അടിച്ചു, ഡിലീറ്റ് കൊടുത്തു. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ എഡ്ജ് സെലക്ട് എടുക്കുക, 1 2 3 മൂന്നാമത്തെ അല്ലേ സെലക്ട് ചെയ്യുക, കൺട്രോൾ F11 എടുക്കുക, ഡിലീറ്റ് കൊടുക്കുക. അപ്പോൾ രണ്ടെണ്ണത്തിനും സെയിം ആയിട്ട് ഡിലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. നടുവിലെ ഭാഗം കളയാൻ നിങ്ങൾക്ക് എല്ലാം അറിയാമല്ലോ, സെപ്പറേറ്റ് കൊടുത്താൽ മതി. സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിങ്ങനെ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം. ഈസി അല്ലേ? വളരെ ഈസിയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പോർഷനാണ് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത്. ആ കട്ട് വരുന്ന ഭാഗമാണ് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത്. ഇനി എന്ത് ചെയ്യണം അറിയാം, നമ്മൾ 60 കൊടുത്തില്ലേ, 60 സെഗ്മെന്റിലാണ് ഈ സാധനം നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം അറിയാം, ഈ കട്ട് വരുന്ന ഭാഗമില്ലേ, അതായത് ഈ ഒരു ചെറിയൊരു ഗ്യാപ്പ് വരുന്നില്ലേ, അത് ഉള്ളിലോട്ട് വരുന്നത്, ആ ഗ്യാപ്പിന് നമ്മളൊരു സെഗ്മെന്റ് വരയണം കേട്ടോ. എങ്ങനെ വരയും, നമ്മൾ നോക്കിയേ, ഇങ്ങനെ വരച്ചാൽ മതി കണ്ടോ. അതായത് നിങ്ങൾ വരക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, നിങ്ങൾ സബ് ഡിവിഷൻ ഇവിടെ ഇതൊന്ന് ക്ലിയർ ആക്കിയിട്ട് വരച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാവും, ഇവിടെ വരച്ചു കഴിഞ്ഞാൽ അതൊരു പ്രയാസമാവും. അപ്പം ഇത് വരക്കുന്നതിന് പ്രശ്നമില്ല, നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതിനും പ്രശ്നമില്ല, ഇങ്ങനെ ഒരു കട്ട് വരുന്നതിനും പ്രശ്നമില്ല. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഇവിടെ വന്നിട്ട് ഞാൻ കാണിച്ചുതരാം, ടച്ച് പ്രസ് ചെയ്തിട്ട് ഈ 3 വെർട്ടെക്സ് ഇല്ലേ നമ്മുടെ, ഈ മൂന്ന് വെർട്ടെക്സ് പോയിന്റുകൾ, ഈ 3 വെർട്ടെക്സ് പോയിന്റുകളും നമ്മൾ എടുത്തു കളയണം കേട്ടോ. ഒരു മിനിറ്റ്, നമ്മൾ 3 വെർട്ടെക്സ് പോയിന്റുകളും നമ്മൾ എടുത്തു കളയണം. അതായത് എടുത്ത് കളയണമെന്ന് ഉദ്ദേശിച്ചാൽ ഇങ്ങനെ പൊന്തിച്ച് വെക്കണം തന്നെ, കുറച്ച് പൊന്തിച്ച് വെക്കണം. ഇങ്ങനെ ഒന്ന് പൊന്തിച്ച് വെക്കാം. അപ്പോൾ സെൻറ്ററിൽ ഇങ്ങനെ കിടക്കും കണ്ടോ. ഇതിനുള്ളിലുണ്ട് ടയറിൻ്റെ ആ ഒരു തിക്നെസ്, അത് ഇതിനുള്ളിലോട്ട് പോവുകയാണ്. അപ്പോൾ ആ റൗണ്ട്നെസ് നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തതാണ്. എന്നിട്ട് ഇത്ര ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ അപ്പോൾ ഒരു ഇങ്ങനെ കിട്ടിയില്ലേ, ഒരു വലിഞ്ഞൊരു ഷേപ്പിലേക്ക് വന്നില്ലേ, ഇങ്ങനെ ഒരു വലിഞ്ഞൊരു ഷേപ്പിലേക്ക് വന്നു. അപ്പോൾ ഒരു മിനിറ്റ്, അത് നമ്മൾ ക്ലിയർ ആക്കിയിട്ടുണ്ട്. അതാ കുറച്ചും കൂടി ഞാൻ ഒന്ന് ഓക്കെ, അത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഈ എഡ്ജസ് നമ്മൾ കറക്റ്റ്, നേരത്തെ നമ്മൾ ഇൻസെർട്ട് എഡ്ജ് വരച്ചിട്ടില്ലേ, അതുപോലെ ഇൻസെർട്ട് എഡ്ജ് വരച്ചിട്ട് നമ്മളവിടെ പോയിന്റ് ചെയ്യും. ഇവിടെ ഇൻസെർട്ട് എഡ്ജ് വരച്ചിട്ട് നമ്മളവിടെ പോയിന്റ് ചെയ്യും. ഇത് വേണ്ട കേട്ടോ, ഇവിടെ റീസെറ്റ് ചെയ്യണേ. മൾട്ടിപ്പിൾ എഡ്ജസ് വേണ്ട, അത് നോക്കണം കേട്ടോ നിങ്ങൾ. ഞാൻ ഇവിടെ വരക്കുന്നുണ്ട്, ഒന്നിവിടെ വരച്ചു, ഒന്നിവിടെ വരച്ചു, 2 എണ്ണം കൊടുത്തിട്ടുണ്ട് കണ്ടോ, 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, ഇനിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി. അങ്ങനെയാണെങ്കിൽ നമ്മളെ ഇവിടെ ഇല്ല വെർട്ടെക്സ് ഇത് വേണ്ട, നമുക്ക് ഇത് വേണ്ട. അതായത് നിങ്ങൾ ഈ ഫേസും നമ്മൾ സെൻട്രലല്ലേ വേണ്ട, ഇതും വേണ്ട, നമുക്ക് ഡിലീറ്റ് കൊടുക്കുക. അങ്ങനെ ഡിലീറ്റ് കൊടുത്താൽ നമുക്ക് ഇതിൻ്റെ ഒരു ഗുണം എന്താകും, സെപ്പറേറ്റ് കൊടുത്താൽ മറ്റുള്ള ഭാഗവും പോകും കണ്ടോ. ഇതങ്ങ് ഡിലീറ്റ് ആവും. ഈ ഒരു ഭാഗം മാത്രം വെച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. നമ്മൾ മാഷ് വെച്ച് വർക്ക് ചെയ്യുമല്ലോ, അപ്പോൾ ആ ഒരു ഭാഗം മാത്രം വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി എന്ത് ചെയ്യണം അറിയാം, ഒരു ഐഡിയ പറഞ്ഞുതരാം. ഇതിന്റെ സെന്റർ എഡ്ജ് ഇല്ലേ, ഇതിന്റെ സെന്റർ എഡ്ജ് സെലക്ട് ചെയ്യുക. സെന്റർ എഡ്ജ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ബിവൽ എഡ്ജ് കൊടുക്കുക. നോക്കണം, അവിടെ എവിടെയോ ഒരു എറർ വന്നിട്ടുണ്ട്. എന്താണത് എറർ വന്നത് നോക്കട്ടെ. ഓൾ ടച്ച് പ്രസ് ചെയ്യുക, അതെന്തോ ഒരു മിസ്റ്റേക്ക് വന്നു കൊടുത്തു. എന്താന്ന് ഇവിടെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ഇവിടെ ഏതോ ഒരു എഡ്ജസ് കട്ടായ പോലെയുണ്ട്. നോക്കാം കേട്ടോ, ഏതെങ്കിലും വെർട്ടെക്സ് കട്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ കാണിക്കും. അപ്പം നമ്മളത് ശ്രദ്ധിക്കണം. ഇന്ന് ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എഡിറ്റ് ഡിലീറ്റ് ബൈ ടൈപ്പ് ഹിസ്റ്ററി കളയാം. എഡ്ജ് ഇപ്പം കറക്റ്റായിട്ടുണ്ട്. ഹിസ്റ്ററി കളയണം കേട്ടോ. ഇപ്പം നിങ്ങൾ മുമ്പ് തന്നെ കണ്ടില്ലേ, ഒരു എറർ വന്ന് കണ്ടില്ലേ. അപ്പോൾ ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്തിട്ട് തന്നെ ചെയ്യണം കേട്ടോ. ഇതിൽ ഫ്രാക്ഷൻ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഫ്രാക്ഷൻ എനിക്ക് ഇത്ര വേണ്ടതാ, എനിക്ക് ഇത്രയും വേണ്ടു കേട്ടോ. അതിന് ഒരു ഇത് കിട്ടാൻ വേണ്ടി ഇത്രയും വേണ്ടത്. ഓക്കെ,
എന്നിട്ട് ഈ എഡ്ജിനാ ഞാനെന്ത് ചെയ്തു ഒന്ന് നല്ല, അതായത് നമ്മളെ റൊട്ടേറ്റ് ടൂള് റീസെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ചെരിച്ചു വെക്കുന്നുണ്ട് കേട്ടോ. കാണാൻ പറ്റുന്നല്ലേ? ചെരിച്ചു വെക്കുന്നു. ഓക്കെ, ചെരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കറക്റ്റ് നമുക്ക് കിട്ടി. നമുക്ക് ഈ ഒരു ഇവിടെ മാത്രമേ കട്ടായിട്ട് വരണ്ടൂ, കട്ടായിട്ട് നമുക്ക് കാണണ്ടു. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് നമ്മൾ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇവിടെ നമുക്കൊരു സെഗ്മെന്റ്സ് എന്തായാലും വരേണ്ടി വരും. അങ്ങനെ വരയുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഭാഗത്തും ഒരേപോലെ നമുക്ക് ആക്കണമെങ്കിൽ ഇവിടെ നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മുടെ മിറർ കൊടുക്കുന്നത് കുറച്ചും കൂടി ബെറ്റർ ആണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, സെൻട്രൽ ലൈൻസിൽ ഇവിടെ ഇല്ലാത്ത സാധനം ഒന്ന് ഒഴിവാക്കുക, ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇവിടെ പോയിട്ട് നമ്മൾ ഒരു സെഗ്മെന്റ്സ് ആഡ് ചെയ്യുക. അല്ലാതെ വഴിയില്ല, എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ മിറർ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇൻസെർട്ട് എഡ്ജ് എടുത്തിട്ട് ഇവിടെ ഒന്ന് വരക്കാം. ഇവിടെ, അതായത് നമുക്ക് എവിടെയാണോ കട്ട് വരുന്നത്, ലോങ് വരുന്നുണ്ടെങ്കിൽ ലോങ് കേട്ടോ, അത് കുറേ താഴോട്ട് വരുന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുത്താൽ മതി. മനസ്സിലായില്ലേ? താഴോട്ട് വരുന്നുണ്ടെങ്കിൽ അവിടെ കൊടുത്താൽ മതി. അത് അത്ര വലിയ പ്രശ്നമില്ല കാര്യമല്ല. ഓക്കെ, എന്നിട്ട് അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഫേസിന് രണ്ട് ഫേസിന് സെലക്ട് ചെയ്യുക. നോക്കണേ, എക്സ്ട്രൂഡ് ആവാതിരിക്കണേ. എന്നിട്ട് എക്സ്ട്രൂഡ് ഫേസ് കൊടുക്കുക. എക്സ്ട്രൂഡ് ഫേസ് കൊടുക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഓഫ്സെറ്റ് ആണ്. ഓഫ്സെറ്റ് ആദ്യം അഡ്ജസ്റ്റ് ചെയ്യുക. ഓഫ്സെറ്റ് കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ഓഫ്സെറ്റ് ചെയ്യണോ, കൺട്രോൾ പ്രസ് ചെയ്തിട്ട് വേണം ഓഫ്സെറ്റ് ചെയ്യാൻ കേട്ടോ, അല്ലെങ്കിൽ അത് ഉള്ളിലോട്ട് പെട്ടെന്ന് ഒന്ന് വലിഞ്ഞു കയറിപ്പോകും. വീണ്ടും G പ്രസ് ചെയ്യുക, തിക്നെസ് ആഡ് ചെയ്യുക. തിക്നെസ് എത്രയാണെന്ന് പറഞ്ഞാൽ അത് ആഡ് ചെയ്യാം കേട്ടോ. അതായത് ഈ ഒരു തിക്നെസ് ആണെങ്കിൽ അത്രയും ബെറ്റർ ആവും. മനസ്സിലായില്ലേ? ഈ ഒരു തിക്നെസ് ആണെങ്കിൽ അത്രയും കൂടി നല്ലത്. ഇതിന് ഡിവിഷൻസ് ആഡ് ചെയ്യുക. ഡിവിഷൻസ് ഒന്ന് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നമുക്ക് വേറെ ഒന്നും വേണ്ട. ഇവിടെ നമ്മൾ ഡിവിഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ സ്മൂത്ത്നെസ് ഇവിടെ കിട്ടുന്നുണ്ടോ എന്ന് സ്മൂത്ത് ചെയ്ത് നോക്കുക. ഇങ്ങനെ കിട്ടണം കേട്ടോ. ടയറിൻ്റെ ഈ ഒരു സംഭവം ഇങ്ങനെ കിട്ടണം നമുക്ക്. മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെ കിട്ടണം നമുക്ക്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വെർട്ടെക്സിൻ്റെ ഈ ലെവലില്ലേ, ഇത് നമ്മൾ ഒന്ന് കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് W പ്രസ് ചെയ്യുക, കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്യുക, കമ്പോണന്റ് മോഡ് വെച്ചിട്ട് ഇതിനെ ജസ്റ്റ് ഒന്ന് ഉള്ളിലോട്ട് വലിച്ചു നോക്കുക. കുറച്ചും കൂടി ഒന്ന് ഉള്ളിലോട്ട് ഒന്ന് ഇറക്കി വെക്കാം. അതുപോലെ ഇതിനൊന്ന് V ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട്. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റ് മോഡായിരിക്കണേ. എല്ലാവർക്കും അറിയാമെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന്. ഓക്കെ, അപ്പോൾ ഞാനിത് കുറച്ച് ഉള്ളിലോട്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ വെച്ചിട്ടുണ്ട്, ഒരു V ഷേപ്പ് പോലെ ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് ഞാൻ സ്മൂത്ത് ചെയ്ത് നോക്കാം. ഇങ്ങനെ കിട്ടണം. മനസ്സിലായില്ലേ? ഓരോ സ്റ്റൈലും ഓരോരാളും ഓരോ രീതിയിൽ ചെയ്യുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സ്റ്റൈലിൽ ചെയ്യുക. ഞാൻ ഇത്ര വരെ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മിറർ എടുക്കണം. മിറർ എടുക്കുന്നതിന് മുമ്പേ നമുക്കൊരു ചെറിയൊരു കാര്യം കൂടി ചെയ്യാണ്ട്. നമുക്ക് ഇത്ര വേണ്ട. ഞാൻ ഇതൊന്ന് ഫയലൊന്ന് സേവ് ചെയ്ത് വെച്ചോട്ടെ. ഓക്കെ, ഇവിടെ നമുക്കൊരു ചെറിയൊരു സെഗ്മെന്റ് ഇടാം. കാരണം രണ്ടും കൂടി ഉള്ളിലോട്ടൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതിന് നമ്മൾ എന്ത് ചെയ്യണം അറിയാം, ഇൻസേർട്ട് എഡ്ജ് വിത്ത് ഫ്ലോ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ ഒരു സെഗ്മെന്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കും. അങ്ങനെ ഇട്ട് കൊടുത്താൽ എന്താ ചെയ്യണം അറിയാം, ഈ ഫേസ് വേണ്ട കേട്ടോ. ഈ ഫേസ് അങ്ങ് ഡിലീറ്റ് ചെയ്യും. ഇത് മാത്രം നമുക്ക് മതി. ഈ ഒരു ഫേസ് മാത്രം മതി. അത് നമുക്ക് ചെക്ക് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഡിയും വിയും പ്രസ് ചെയ്തിട്ട് നമ്മൾ ഈ പിവറ്റ് പോയിന്റിനെ എടുത്തിട്ട് നമ്മൾ സെന്ററിലേക്ക് ചെയ്യണം. സെന്ററിലേക്ക് കറക്റ്റ് ചെയ്യുക. എന്നിട്ട് മെഷില് മിറർ ഓപ്ഷനിൽ Y ആക്സിസ് പ്ലസ് ചെയ്യും. പ്ലസ് അല്ലേ വേണ്ടത്, Y ആക്സിസ് മൈനസ് ആണ് വേണ്ടത്. ഓക്കെ, മിറർ ചെയ്യും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഓപ്സെറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നോക്കാം കേട്ടോ ഏതാ വേണ്ടതെന്നല്ലേ. പ്ലസ് ചെയ്യുക. മൈനസാണ് നമുക്ക് വേണ്ടത്, ഓപ്സെറ്റ്. നമ്മൾ ഏത് ആക്സിസ് ആണെന്ന് നോക്കിയിരുന്നോ? നമ്മൾ വരുന്നത് ആക്സിസ് മോഡിഫൈയിൽ പോയി സെൻറ്റർ പോയിട്ട് പിടിക്കണം കേട്ടോ. എന്തുകൊണ്ട് പറഞ്ഞാൽ ഈ പിവറ്റ് പോയിന്റിൻ്റെ പോയിന്റ് ഇവിടെയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ മിറർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇത് താഴെയും കൂടി ഉണ്ട്. ഇതിപ്പം ആക്സിസ് മാറിയിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ആക്സിസ് ഒന്നും പിടിക്കാം, ഒന്നും കൂടി ചെയ്യാം കേട്ടോ.
ഏത് ആക്സിസാണ് വരുന്നത്? വൈ ആക്സിസാണ് വരുന്നത്, വൈ ആക്സിസ്. അപ്പോൾ ഇവിടെ ആക്സിസ് പോയിന്റ് വൈ ആക്സിസ് ആണ്. കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ഒബ്ജക്റ്റ് മോഡിലാണെന്നുകൊണ്ട് നോക്കണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ആക്സിസ് കിട്ടൂല. മെഷീനിൽ പോയിട്ട് മിററിൽ പോവാ, വൈ ആക്സിസ് നമുക്ക് ഇവിടെ ചെയ്യാം. വൈ ആക്സിസ് മൈനസാണ് വരുന്നത്. ഒന്ന് റീസെറ്റ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. വൈ ആക്സിസ് മൈനസ് മിറർ ചെയ്യാം, ഓഫ്സെറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. കണ്ടോ, ഇത് വൈ ആക്സിസ് അല്ല നമുക്ക് വരുന്നത്. നമുക്ക് വൈ പറഞ്ഞ മുകളിലോട്ടല്ലേ വരുന്നു. നമുക്ക് ഏത് ആക്സിസാണ് വരുന്നത്? എക്സ് അല്ല, സെഡ് ആക്സിസ് ആണ് അല്ലേ? സെഡ് ആക്സിസ് അല്ലേ വരുന്നത്. അപ്പോൾ സെഡ് ആക്സിസ് കട്ട് ചെയ്യണേ. ഇവിടെ എങ്ങനെയാണോ ഈ സെൻറ്ററിലാണോ കണ്ടോ, ഇത് നോക്കിയാൽ മതി നിങ്ങൾ. ഈ പിവറ്റ് പോയിന്റ് ഇവിടെ കറക്റ്റ് സെൻറ്ററിൽ ചെയ്താണ്. ഇവിടെ നോക്കരുത് കേട്ടോ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അത് ഇതൊന്നും കിട്ടൂല, കറക്റ്റായിട്ട് കിട്ടൂല. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, എന്നിട്ട് ഓൾ ടച്ച് പ്രസ് ചെയ്തിട്ട് ഇവിടെ സെൻറ്ററിൽ ക്ലിയർ ആയിട്ടുണ്ടോ നോക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ അതായിട്ടുണ്ട്. ഇവിടെ നമ്മൾ ആദ്യം ചെയ്തതിൻ്റെ മിസ്റ്റേക്കിൽ വന്ന സാധനമാണിത്. അത് വേണ്ട കേട്ടോ, നമുക്ക് ഈ സാധനം വേണ്ട, അത് ഒഴിവാക്കണം നിങ്ങൾ എന്തായാലും. ഈ സാധനം വേണ്ട കേട്ടോ, അത് വേണ്ട. മോഡിഫൈ പോയി സെൻറ്റർ പിവറ്റ് കൊടുക്കുക, ഡബ്ല്യു പ്രസ് ചെയ്യുക. എന്നിട്ട് ഇത് കറക്റ്റായിട്ട് ഒന്ന് സ്മൂത്ത് ചെയ്ത് നോക്കാം കേട്ടോ. അത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണോ, ഇനി നമ്മളെ ഇതിൽ പോയി സൈഡ് വ്യൂവിൽ പോയിട്ട് ഇത് കറക്റ്റാണല്ലോ നമ്മൾ ചെയ്തിരിക്കുന്നത്, ഇതിന്റെ സെന്റർ ഇത് കറക്റ്റാണല്ലോ, ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊന്തിച്ച് വെച്ചോട്ടോ. ആ ഷേപ്പിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് പൊന്തിച്ച് വെച്ചാൽ മതി. ഓക്കെ, ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് താഴെ ഇറക്കി വെക്കാം കേട്ടോ. കുറച്ചൊന്ന് താഴെ ഇറക്കി വെക്കാം, അധികം ഒന്നും പോവാതെ കുറച്ചൊന്ന് താഴെ, അധികം പോകരുത്. ഒരു മിനിമം ഒരു ലെവലിൽ നിങ്ങൾക്ക് താഴേക്ക് ഇറക്കി വെക്കാം. ഇതിൽ ഈ ഒരു ലെവലിൽ ഇറക്കി വെക്കാം, അധികം പോകരുത്, ഒരു മിനിമം ലെവലിൽ ഇറക്കി വെക്കും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ടയർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ലെവലിൽ ചെയ്യാം കേട്ടോ, ഒന്ന് റൗണ്ടാക്കി എടുക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ ചെയ്യണ്ട, കാരണം എങ്ങനെ ചെയ്താലും അത് ആ ഒരു ഷേപ്പ് അതിന് കറക്റ്റായിട്ട് പിടിക്കണമെന്നേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഷേപ്പ് അതിന് കറക്റ്റായിട്ട് പിടിക്കണമെന്നേ ഉള്ളൂ. ഓക്കെ, ഇനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഈ ഒരു വളവ് കണ്ടില്ലേ, ഈ വളവ് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഇവിടെ പോയിട്ട് നമ്മളെ സൈഡ് വ്യൂവിൽ പോയിട്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. ഈ ഒരു വളവ് ഇത് കണ്ടോ, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കമ്പൗണ്ട് മോഡാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്തെടുക്കണം കേട്ടോ. അതിന് നിങ്ങൾ വേണം മിറർ ചെയ്യുന്നതിന് മുമ്പേ ചെയ്താൽ മതി കേട്ടോ, എന്നാലും പ്രശ്നമൊന്നുമില്ല. മിറർ ചെയ്യുന്നതിന് മുമ്പേ ചെയ്താൽ അതിൻ്റെ ഒരു പെർഫെക്റ്റ് ഉണ്ടാവും എന്തായാലും. ഓക്കെ, ഒന്ന് റൗണ്ടാക്കി എടുത്താൽ മതി. അപ്പോൾ ഏകദേശം അത് രണ്ടും ലെവലാക്കിയിട്ടുണ്ട് നമ്മൾ. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടത്തെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്നുകൂടി നിങ്ങൾ ചെയ്തോട്ടോ. മനസ്സിലായോ? നമ്മൾ വീണ്ടും ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. മടിയില്ലാതിരുന്നാൽ മതി. എല്ലാവർക്കും മടിയാണ്. ഒരു തവണ തെറ്റിക്കഴിഞ്ഞാൽ പറയാം, സാറേ ഞാനിനി ചെയ്യണോ, അല്ലെങ്കിൽ മാഷേ ഞാനിത് ചെയ്യണോ, ഇതെന്തിനാണ് ഇനി ചെയ്യുന്നത്, അത് അങ്ങനെ ചോദിക്കരുത്. നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ എല്ലാവരും തെറ്റിയിട്ടെന്നല്ലോ പഠിക്കുന്നത്. അപ്പോൾ തെറ്റ് പറ്റിയാലും സാരമില്ല, നിങ്ങൾ വർക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യും. നമ്മൾ ഇത് ഒന്ന് പുറത്തേക്ക് തള്ളി വരുന്നുണ്ട്. ഞാൻ ഇവിടെ ചെറിയൊരു ഐഡിയ എടുക്കാൻ പോകുന്നുണ്ട്. കുറച്ചൊന്ന് തള്ളി പുറത്തേക്ക് ഇടാൻ പോകും. കണ്ടോ, കുറച്ചൊന്ന് പുറത്തേക്ക് തള്ളിയിട്ടുണ്ട്. അങ്ങനെ ആണെങ്കിൽ എനിക്ക് ഇതിനെ എടുത്തിട്ട് കുറച്ചൊന്ന് റൗണ്ടാക്കി എടുക്കേണ്ടി വരും. ഒന്ന് റൗണ്ടാക്കിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിനെ എടുത്തിട്ട് ഈ രണ്ട് സെഗ്മെൻറ്റ്സിനെയും എടുത്തിട്ട് ലെവൽ ചെയ്യേണ്ടി വരും. കൺട്രോൾ ഷിഫ്റ്റ് ഒബ്ജക്റ്റ് മോഡ് സെൻറ്റർ. അല്ലേ, നമ്മളങ്ങനെയല്ലേ എടുത്തിട്ടില്ലേ? അപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, ഇതിനെ നമ്മൾ സെൻറ്റർ ചെയ്യണം. മോഡിഫൈ പോയി സെൻറ്റർ പിവറ്റ് കൊടുക്കുക. സെൻറ്റർ പിവറ്റ് കൊടുത്തതിന് ശേഷം ഇവിടെ DV പ്രസ് ചെയ്തിട്ട് ഇതിനെ സെൻറ്ററിലേക്ക് ആക്കുക. ഡിയും പ്രസ് ചെയ്തിട്ട് സെൻറ്ററിലേക്ക് ആക്കുക. കറക്റ്റ് സെൻറ്ററിലായിരിക്കണം കേട്ടോ, സെൻറ്ററിലല്ല. ഡിയും പ്രസ് ചെയ്ത് സെൻറ്ററിലേക്ക് ആക്കിയിട്ടുണ്ട്. വീണ്ടും നമ്മളിന്ന് നോക്കിയാൽ നല്ലതാണ്, കാരണം മാക്സിമം സെൻട്രലായിരിക്കണം. ഓക്കെ,
അതിനൊന്നും വിട്ടുവീഴ്ചയുണ്ടായിരുന്നു. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ഇതിനെ മെഷിൽ പോയിട്ട് മിറർ ചെയ്യുക, മെഷിൽ പോവുക. മിറർ ഏതാണെന്ന് ആക്സിസ് നമ്മളെ സെഡ് ആക്സിസ് അല്ലേ, സെഡ് ആക്സിസ് മൈനസ് ആണോ മിറർ, സെഡല്ലേ വരുന്നത് നോക്കട്ടെ, സെഡ് ആക്സിസ് മൈനസ് അല്ല ആവുന്നു അല്ലേ, പ്ലസ് ആവും, പ്ലസ് വന്നിട്ടുണ്ട് കണ്ടോ, അത് കറക്റ്റ് സെൻറ്ററിൽ തന്നെയുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞു, അതിൻ്റെ പ്രശ്നം തീർന്നു. ഞാനതൊന്ന് സേവ് ചെയ്തോട്ടെ, ഫയലിൽ സേവ് ചെയ്തിട്ട്. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ W പ്രസ് ചെയ്തു. ഇതൊന്ന് സ്മൂത്ത് ചെയ്ത് നോക്കണ്ടേ നമുക്ക്, എന്നാലേ നമുക്ക് ഇതിൻ്റെ ഗുട്ടൻസ് അറിയും. സ്മൂത്ത് ചെയ്ത് നോക്കും കണ്ടോ, ഇങ്ങനെ വരും ടയറിൻ്റെ ഈ ഒരു ഭാഗം ഇങ്ങനെ വരും. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളെന്ത് ചെയ്യും, ഇതിൻ്റെ മാഷ് നമ്മൾ ചെയ്യണം അല്ലേ. എന്ത് ചെയ്യും, ആനിമേഷൻ മെനുല എന്താണ്, എങ്ങനെ മാഷ് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ കഴിഞ്ഞതിൽ പഠിച്ചു, ടയറിൻ്റെ ആ ഗ്രിപ്പിൻ്റെ പഠിച്ചു. ഇനിയിപ്പോൾ ഇവിടെ നോക്കാം നമുക്ക്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ആനിമേഷൻ മെനുവിൽ പോയി മാഷ് ഓൺ ആക്കി, ക്രിയേറ്റീവ് മാഷ് നെറ്റ്വർക്കിൽ പോയി. അതിന് മുമ്പ് ഒരു കാര്യം ചെയ്യണം, മറന്നേക്കരുത്, എഡിറ്റ് പോയി ഡിലീറ്റ് പോയി ടൈപ്പ് ഹിസ്റ്ററി നിർബന്ധമായി ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ഇടയ്ക്ക് എന്തെങ്കിലും എറർ വന്നിട്ട് പോകും, നിങ്ങൾ പോലും വിചാരിക്കാത്ത എറർ വന്നിട്ട് പോകും. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണേ. നിങ്ങൾ ഡിയും എക്സും പ്രസ് ചെയ്തിട്ട് ഞാൻ സെൻറ്ററിലേക്ക് സ്നാപ്പ് ചെയ്തിട്ടുണ്ട്, അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കണം കാര്യമായിട്ട്, കാരണം അതാണ് ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാധനം. ഞാൻ ഡിലീറ്റ് പോയി ഹിസ്റ്ററി കളഞ്ഞിട്ടുണ്ട്. വീണ്ടും ഞാൻ മാഷിൽ പോയി, ആനിമേഷൻ മെനുവിലാണ് മാഷ്, ക്രിയേറ്റീവ് മാഷ് പറഞ്ഞിരുന്നല്ലോ. മാഷ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞത്, വിൻഡോയിൽ നമ്മുടെ സെറ്റിംഗ് പ്രിഫറൻസിൽ പ്ലഗിൻ മാനേജറിൽ പോവുക, ഇവിടെ മാഷ് MASH കൊടുക്കുക. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പോയി ലോഡഡ് ആദ്യം കൊടുക്കുക, ഓട്ടോ ലോഡഡ് പിന്നെ കൊടുത്താൽ മതി. എന്നിട്ട് ക്ലിക്ക് ചെയ്താൽ ആനിമേഷൻ മെനുവിൽ നിങ്ങൾക്ക് മാഷ് ഇവിടെ കിട്ടും. ഓക്കെ, ഇവിടെ ക്രിയേറ്റീവ് മാർഷിൽ നെറ്റ്വർക്കിൽ പോവുക. നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് ക്ലിക്ക് ചെയ്യുക, അതായത് ഈ സർക്കിൾ ആയിട്ടുള്ളത് ക്ലിക്ക് ചെയ്യുക, ലൈൻ ക്ലിക്ക് ചെയ്യേണ്ട, ഡിസ്ട്രിബ്യൂഷൻ ടൈപ്പ് ഇത് ക്ലിക്ക് കൊടുക്കുക, എന്നിട്ട് അപ്ലൈ ക്ലോസ് കൊടുക്കുക. അപ്പോൾ അപ്ലൈ ക്ലോസ് കൊടുത്താൽ ഇങ്ങനെ ഉണ്ടാവും, എല്ലാം കൂടി ഇങ്ങനെ ഉണ്ടാവും. അതിനെന്ത് ചെയ്യും, നമ്മൾ റേഡിയസ് നമ്മൾ മാക്സിമം ഒന്ന് ചുരുക്കും, നല്ലോണം ചുരുക്കണ്ട കേട്ടോ. നമ്മൾ ഏകദേശം ഞാനിപ്പോൾ നോക്കിയ 0.01 ഇത്ര മതി അല്ലേ, നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ലെവലിലേക്ക് എത്തിക്കുക അതിന് 0.01. അപ്പോൾ ഞാൻ ഈ ഒരു ലെവലിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ കുറച്ച് കൂടുതൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കയറ്റി വെച്ചാൽ മതി, മനസ്സിലായില്ലേ, അത് പ്രശ്നമില്ല. ഈ ഒരു ലെവലിൽ വെച്ചാലും ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി എന്ത് ചെയ്യണം, നമ്മുടെ നമ്പർ ഓഫ് പോയിന്റ് നമ്മൾ ആഡ് ചെയ്യണം. എത്രയാണ് നമ്പർ ഓഫ് പോയിന്റ് പറഞ്ഞാൽ ആ നമ്പർ ഓഫ് പോയിന്റ് ആഡ് ചെയ്യണം കണ്ടോ. അപ്പോൾ ഇവിടെ നോക്കണം കേട്ടോ, ഇവിടെ എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടോ എന്ന് നോക്കണം. നമ്മൾ ചെയ്യുന്നതിൻ്റെ എന്തെങ്കിലും ഗ്യാപ്പ് എവിടെയെങ്കിലും വരുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം. അപ്പോൾ നമ്പർ ഓഫ് പോയിന്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്പർ ഓഫ് പോയിന്റ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് പ്രശ്നം തീർന്നു കണ്ടോ. ടയർ നമുക്ക് ഏകദേശം ഒരു കറക്റ്റായ ലെവലിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ സ്മൂത്ത് ചെയ്ത് നോക്കട്ടെ കണ്ടോ, ടയറിൻ്റെ ആ ഗ്രിപ്പ് നമുക്ക് വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ, ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ ആ ഒരു എളുപ്പ വഴിയിലാണ് ഞാനത് ചെയ്തിട്ടുള്ളത്. കുറച്ചും കൂടി നിങ്ങൾ അതിൽ മാറ്റം വരുത്തിയിട്ട് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. കുറച്ചും കൂടി ഒന്ന് മാറ്റം വരുത്തിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആവും. അപ്പോൾ ഇനി എന്ത് ചെയ്യണം, ഇതിനെ ഞാൻ ഷിഫ്റ്റ് പ്രസ് ചെയ്തു, സോഫ്റ്റ് ഹാർഡൻ എഡ്ജ് കൊടുത്തു. ഹാർഡൻ എഡ്ജ് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിനെ എഡിറ്റ് പോയി നിർബന്ധമായി ഡിലീറ്റ് ബൈ ടൈപ്പ് ഹിസ്റ്ററി നിർബന്ധമായി കളഞ്ഞിരിക്കണം കേട്ടോ. ഹിസ്റ്ററി എന്തായാലും കളഞ്ഞിരിക്കണേ. അപ്പോൾ നമ്മൾ ഏകദേശം ടയറിൻ്റെ ഈ ഒരു ഭാഗം വരെ നമ്മൾ ചെയ്തിട്ടുണ്ട് കണ്ടോ. എല്ലാം സെപ്പറേറ്റ് ആണ്, ഇത് സെപ്പറേറ്റ് ആണ്, അത് സെപ്പറേറ്റ് ആണ്, രണ്ടും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതുമായിട്ടുണ്ട്. ഇനി ഉള്ളത്തെ ഭാഗം ചെയ്യണം. ഉള്ളത്തെ ഭാഗം ചെയ്യാൻ വീണ്ടും നമ്മൾ പോവുകയെന്ന് ഇത് രണ്ടും കൂടി സെലക്ട് ചെയ്തു. ഇത് സ്മൂത്തിലല്ല എന്ന് ഉറപ്പ് വരുത്തണേ, മുകളിലെ ഭാഗം. എന്നിട്ട് ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യുക. ഞാൻ ഫയൽ സേവ് ചെയ്യുന്നുണ്ട്, ഫയൽ സേവ് ചെയ്തിട്ടുണ്ട് കണ്ടോ, വന്നില്ലേ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഉള്ളത്തെ കാര്യമാണ്. ഉള്ളത്തെ അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സിലിണ്ടർ എടുത്തു. സിലിണ്ടറിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്തു, 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യണം. സ്റ്റെപ്പ് സ്നാപ്പ് നമ്മൾ ഉപയോഗിക്കുക. സ്റ്റെപ്പ് സ്നാപ്പ് 90, ഇതിന് റൊട്ടേറ്റ് ചെയ്യുക. T പ്രസ് ചെയ്യുക, റേഡിയസ് കൂട്ടുക. എത്രയാണ് റേഡിയസ് വേണ്ടത്, റേഡിയസ് കൂട്ടുക. നമ്മൾ എത്ര കൊടുത്തിരിക്കുന്ന 60 കൊടുത്തിട്ടുള്ളത്, അവിടെ വേണ്ട, നമുക്ക് 40 കൊടുത്താൽ മതി കേട്ടോ, അധികം വേണ്ട, 40 കൊടുക്കുക. മനസ്സിലായില്ലേ, നമുക്ക് ഏകദേശം സെഗ്മെന്റ് ഇല്ലാതെ ഈ ടയർ വരക്കാൻ പറ്റില്ല. നിങ്ങൾ വെറും 20 കൊടുത്തിട്ടുണ്ടെങ്കിൽ നടക്കൂല, 40 കൊടുക്കുക. 40 കൊടുത്തിട്ട് ഇതിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. ഹൈറ്റ് എത്രയാന്ന് പറഞ്ഞാൽ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഹൈറ്റ് ഇവിടെയാണ് കൊടുത്തിട്ടില്ലേ, ഇതാ ഇതിൻ്റെ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്, സോറി ഇവിടെ ഈ പോയിന്റാണ് ഞാൻ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തത്.
ഓക്കെ, അപ്പോൾ അത്ര വരെ ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, നമ്മൾ സാധാരണ ഇതിൽ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെയാണ്. ഇവിടെ നമ്മൾ ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്, ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഇവിടെയുള്ള ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ, കറക്റ്റ് ചെയ്യണേ. കറക്റ്റ് ആയിരിക്കണം, അപ്പുറം ഇപ്പുറം എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിരിക്കണേ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഫ്രണ്ട് വ്യൂവിൽ പോയിട്ട് നോക്കണം കേട്ടോ, നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഫ്രണ്ട് വ്യൂവിൽ പോയിട്ട് നോക്കണേ. ടയറിൻ്റെ ആ ഒരു ഷേപ്പ് അതിൽ കറക്റ്റായിട്ട് ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, നമ്മളെ ഈ വെർട്ടെക്സ് എടുത്തിട്ട് നമ്മൾ കൺട്രോൾ F11 അടിച്ച് അതിനെ ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. ഇനി നമ്മൾ വലിയ പണിയൊന്നുമില്ല, ഇതിനെ ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഇതിനെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ സ്കെയിൽ ചെയ്യുക, മാക്സിമം സ്കെയിൽ ചെയ്യുക. എത്രയാണോ നിങ്ങൾക്ക് ആ ടയറിൻ്റെ ഒരു ഇത് വരുന്ന റേഡിയസ് വരുന്ന അതിനനുസരിച്ചിട്ട് അത് വെക്കാം. വെച്ചതിന് ശേഷം നിങ്ങൾ ഒന്ന് സ്കെയിൽ ചെയ്തിട്ട് കുറച്ച് പുറത്തേക്ക് തള്ളുന്നത് നല്ലതാട്ടോ, അധികം അങ്ങനെ ഉള്ളിലോട്ട് എടുക്കരുത്. അതുപോലെ തന്നെ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇതിന് ബിവൽ എഡ്ജ് കൊടുക്കുക. ബിവൽ എഡ്ജ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഉള്ളിലോട്ട് ചുരുങ്ങി പോകരുത്. അതുകൊണ്ട് ഫ്രാക്ഷൻ നിർബന്ധമായി അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങളൊരു മിനിമം ലെവലിൽ കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ചെയ്യുക കേട്ടോ. സെഗ്മെന്റ് ആഡ് ചെയ്യാം കേട്ടോ, 1 കൊടുക്കുക. അപ്പോൾ അവിടെ ഒരു സപ്പോർട്ടിങ് എഡ്ജസ് നമുക്ക് ഉണ്ടാവും. ഓക്കെ, ഇനി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്ന് സോഫ്റ്റ് ഹാർഡ് എഡ്ജ് കൊടുക്കുക. ഹാർഡ് എഡ്ജ് കൊടുത്തതിന് ശേഷം ഫ്രണ്ടിൽ പോവുക. ഫ്രണ്ടിൽ പോയിട്ട് 4 അടിച്ചിട്ട് നമ്മൾ 2 വിൻഡോ കിട്ടുന്ന രീതിയിൽ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല. ഓക്കെ, ഇവിടെ ഒരു ഇൻസേർട്ട് എഡ്ജ് കൊടുക്കുക, ഇതിൻ്റെ സെൻട്രൽ കൊടുക്കുക. അതുപോലെ തന്നെ ഇതും അതേപോലെ കറക്റ്റ് അവിടെ അല്ലേ, നമ്മുടെ ഫ്രണ്ട് വ്യൂവിൽ കണ്ടോ, ഫ്രണ്ട് വ്യൂവിൽ കാണാൻ പറ്റണം കണ്ടോ, കറക്റ്റ് ആയിരിക്കണേ. തെറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്കെയിൽ ചെയ്ത് ലെവൽ ചെയ്യണേ, അതിൻ്റെ തുല്യമായിട്ട്. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ഇപ്പുറം ഇല്ലത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് സ്കെയിൽ ചെയ്യുക കേട്ടോ. ഒന്ന് വലിച്ചാൽ മതി, ഒന്ന് സ്കെയിൽ ചെയ്ത് നോക്കാം. അപ്പം ഇങ്ങനെ കിട്ടും നമുക്കൊരു തിക്നെസ്, ടയറിന് ഒരു തിക്നെസ് ഇങ്ങനെ കിട്ടും നമുക്ക്, ഉള്ളിലോട്ട് ഇങ്ങനെ വലിഞ്ഞ് ഇങ്ങനെ കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യുക, അതിന് രണ്ടിനും ബിവൽ എഡ്ജ് കൊടുക്കുക. ബിവൽ എഡ്ജ് കൊടുത്തിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്യേണ്ട, നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ഫ്രാക്ഷൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവിടെ ഒരു തിക്നെസ് ആഡ് ചെയ്യുന്ന പോലെ ചെയ്യുക. മനസ്സിലായില്ലേ? ഒരു ടയറിൻ്റെ വലിയ ടയറിനെ കണ്ടാൽ മനസ്സിലാവും, അത് ഇതുപോലെ ഇരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, ഇതിനെ സോഫ്റ്റ് ഹാർഡ് എഡ്ജ് കൊടുക്കുക. എന്നിട്ട് ഈ ഫേസിനെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. നോക്കണം കേട്ടോ, ഫ്രണ്ട് വ്യൂവിൽ പോയിട്ട് നിങ്ങൾ ഈ അഡ്ജസ്റ്റ്മെന്റ് കറക്റ്റ് ആണെന്ന് നോക്കണം ടയറിന്റെ. മനസ്സിലായില്ലേ? അപ്പുറം ഇപ്പുറം കിട്ടുന്ന അലൈൻമെന്റ് എല്ലാം കറക്റ്റ് ആണെന്ന് നോക്കണേ, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണ്. അതെല്ലാം ക്ലിയർ ആയിട്ട് നിങ്ങൾ നോക്കിയിട്ട് വർക്ക് ചെയ്താൽ മതി. എന്നിട്ട് ഇതിനെ എക്സ്ട്രൂഡ് ഫേസ് കൊടുക്കുക. എക്സ്ട്രൂഡ് ഫേസിൽ ഓഫ്സെറ്റ് ചെയ്യുക. എന്നിട്ട് അതിനെ എക്സ്ട്രൂഡ് ചെയ്യുക, അതായത് തിക്നെസ് ആഡ് ചെയ്യുക. കുറച്ചേ വേണ്ട കേട്ടോ, നല്ലോണം തിക്നെസ് ആഡ് ചെയ്യണ്ട, കുറച്ച് മതി. കുറച്ച് തിക്നെസ് ആഡ് ചെയ്യുക, ഡിവിഷൻസ് ആഡ് ചെയ്യുക. ഒന്ന് കൊണ്ട് കേട്ടോ, ഒരു ഡിവിഷൻസ് മാത്രം ആഡ് ചെയ്താൽ ഒന്ന് സോഫ്റ്റ് ഹാർഡ് എഡ്ജ് കൊടുക്കുക. പണി തീർന്നിട്ടില്ല, സ്മൂത്ത് ചെയ്യുക കേട്ടോ. പണി തീർന്നിട്ടില്ല കേട്ടോ, നമ്മൾ ചെയ്ത് ശരിയാവാൻ പോകുന്നു അത്ര. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മളൊന്ന് ഫയൽ സേവ് ചെയ്യുന്നുണ്ട്. സേവ് സീൻ ആസ് ഞാൻ ടുഡേ 2 കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറേ ടയറായിട്ടുണ്ട്, ടയർ കുറേ 2. ഓക്കെ, അപ്പോൾ അതാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന സെഗ്മെൻറ്റ്സ് ആണ്, അതും ഒന്ന് ക്ലിയർ ചെയ്യണം. അതും നമ്മൾ അതേപോലെ ഒന്ന് വലിച്ച് റൗണ്ടാക്കി എടുക്കാനാണ് പോകുന്നത്. അപ്പം നിങ്ങൾ ചോദിക്കുന്നത് ഓഫാക്കി കൂടെ സാറേ, ഓഫാക്കുന്നതിൻ്റെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ ഓഫാക്കി ചെയ്താൽ മതി. കുറേ എപ്പിസോഡ് മിററെല്ലാം ചെയ്തിട്ട് പോകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനം മാത്രം കാണിച്ചാൽ പോരെ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം. ഞാൻ ഇവിടെ അതിന് ഇൻസെർട്ട് എഡ്ജ് എടുത്തിട്ട് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്റ്റായിട്ട് വരച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും അതുപോലെ കറക്റ്റായിട്ട് വരച്ചിട്ടുണ്ട്. അതും ഇതും ഈ ഫ്രണ്ട് വ്യൂവിൽ നോക്കിയിട്ട് കറക്റ്റ് ചെയ്യണം കേട്ടോ. മനസ്സിലായില്ലേ? ഫ്രണ്ട് വ്യൂവിൽ പോയി കറക്റ്റ് ചെയ്യണേ. ഓക്കെ, നിങ്ങൾ ഈ ചെയ്യുന്ന സാധനം ഫ്രണ്ട് വ്യൂവിൽ കറക്റ്റാണെന്ന് നോക്കണേ. കണ്ടോ, രണ്ടും തമ്മിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ അതിന് കറക്റ്റ് ചെയ്യാം കേട്ടോ, മാക്സിമം കറക്റ്റ് ചെയ്തെടുക്കും.
അപ്പോൾ അതുമായി ആ രണ്ട് സെഗ്മെന്റ്സിന് നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പുറം ഇപ്പുറം രണ്ട് സെഗ്മെന്റ് സെലക്ട് ചെയ്തിട്ട് സ്കെയിൽ ചെയ്യുക കേട്ടോ. കണ്ടോ, ഇങ്ങനെ സ്കെയിൽ ചെയ്തിട്ട് ഇതിനെ റൗണ്ട് ചെയ്തെടുക്കണം. ആ ടയറിൻ്റെ ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഒരു ടയറിൻ്റെ ആ ഒരു ഷേപ്പിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് റൗണ്ട് ചെയ്ത് നിങ്ങൾ ലെവൽ ചെയ്തെടുക്കുക അതിനെ. കണ്ടോ, വേണമെന്നുണ്ടെങ്കിൽ അതിനെ ബിവൽ ഷേപ്പ് കൊടുക്കുക. അവിടെ ഒരു റൗണ്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബിവൽ ഷേപ്പും കൂടി കൊടുക്കുക. എന്നിട്ട് ഇതിനെ സോഫ്റ്റ് ഹാർഡൻ എഡ്ജ് കൊടുക്കുക. അപ്പോൾ കണ്ടോ, ആ ഉള്ളിലൊരു ഫീൽ കിട്ടിയില്ലേ നമുക്ക്. ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, എഡിറ്റ് പോയി ഡിലീറ്റ് പോയി ടൈപ്പ് ഹിസ്റ്ററി നിർബന്ധമായി കൊടുക്കണം. ഹിസ്റ്ററി അപ്പം തന്നെ കളയണം കേട്ടോ, നിർബന്ധമായിട്ട് ഹിസ്റ്ററി അപ്പം തന്നെ കളയാം. ഓക്കെ, ഇനി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു തിക്നെസ് നമ്മൾ ഫീൽ ചെയ്യേണ്ടതാണ്. നമ്മൾ അവിടെ കൊടുത്ത പോലെ തന്നെ ഒരു തിക്നെസ് നമുക്ക് ഫീൽ ചെയ്യേണ്ടതാണ്. അപ്പോൾ ആ തിക്നെസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്ത് ആ രണ്ട് എഡ്ജിനെയും ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. മാക്സിമം അതിനെ ഒരു റിയലിസ്റ്റിക് ആക്കാനുള്ള ഒരു ഇതാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ചെയ്തതിന് ശേഷം വീണ്ടും ഞാൻ ഓഫ്സെറ്റ് ആഡ് ചെയ്യും. ഓഫ്സെറ്റ് ആഡ് ചെയ്തിട്ട് ഞാൻ വീണ്ടും അതിനെ തിക്നെസ് ആഡ് ചെയ്യും. ഉള്ളിലോട്ട് തിക്നെസ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉള്ളിലോട്ട് തിക്നെസ് ആഡ് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല കേട്ടോ. നമ്മൾ വണ്ടിയിൽ നമ്മുടെ ടയർ എങ്ങനെയാണ് വേണ്ടതെന്നിട്ട് നോക്കിയിട്ടുള്ള ചെയ്താൽ മതി. ഞാനിപ്പോൾ തിക്നെസ് ഉള്ളിലോട്ട് വലിച്ചിട്ടുണ്ട്, എന്നിട്ട് ഡിവിഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്തു കേട്ടോ. ഇങ്ങനെ ടയറിൽ കാണില്ലേ, നിങ്ങളിതൊരു കട്ട് കാണില്ലേ ഇങ്ങനെ. അപ്പോൾ അത് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് നമുക്ക് തോന്നുന്നു. ഇനി നമുക്കൊരു ചെറിയൊരു പണിയും കൂടിയുണ്ട്, അതും കൂടി ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം കേട്ടോ. എന്നാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വീൽ ഡ്രം വരുന്ന ഭാഗത്ത് ഇതൊന്ന് എഡിറ്റ് ഡിലീറ്റ് ടൈപ്പ് ഹിസ്റ്ററി ചെയ്യണേ. ഫയൽ സേവും ചെയ്തേക്കാം. ഈ ഭാഗം കണ്ടിട്ടില്ലേ, ഈ ഭാഗം സെലക്ട് ചെയ്തിട്ട് ഈ രണ്ട് ഭാഗവും സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ എക്സ്ട്രൂഡ് എഡ്ജ് ചെയ്യുക. എക്സ്ട്രൂഡ് എഡ്ജ് തിക്നെസ് അഡ്ജസ്റ്റ് ചെയ്യുക. ഉണ്ടോ, വീൽ ഡ്രം വരുന്ന ഭാഗമാണ്. ആ വീൽ ഡ്രം ഞാൻ ചെയ്യുന്നില്ല. അതിൻ്റെ ഓപ്സെറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഉണ്ടോ, ഇങ്ങനെ ഓപ്സെറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. ഒരു ഡിവിഷൻസ് ആഡ് ചെയ്യുക. ഡിവിഷൻസ് ആഡ് ചെയ്തിട്ടൊന്നും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ഫേസിനെ സെലക്ട് ചെയ്യുക. അവിടെയുള്ള ഫേസിനെ സെലക്ട് ചെയ്യുക. എന്നിട്ട് എക്സ്ട്രൂഡ് ഫേസിൽ ഓപ്സെറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് തിക്നെസ് ആഡ് ചെയ്യുക, എക്സ്ട്രൂഡ് ചെയ്യുക. കുറച്ച് ചെയ്താൽ മതി കേട്ടോ, അധികം വേണ്ട. എന്നിട്ട് ഡിവിഷൻസ് ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ ഉള്ളത്തെ ഭാഗം റിമൂവ് വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ടൈറ്റ് ഫീൽ ചെയ്യുന്ന ഒരു ഭാഗമില്ല. അതാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയത്. കണ്ടോ, ഒരു ടൈറ്റ് അവിടെ ഒരു ചെറിയൊരു സാധനം ടയറെടുത്ത് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ടയർ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. കുറച്ചും കൂടി ഭംഗിയാക്കി ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ചെയ്യാം കേട്ടോ. നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ക്ലിയർ ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്, നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ പിന്നെ മാക്സിമം ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നോക്കണം കേട്ടോ. കുറേ ആൾക്കാർ നമ്മളെ ഈ ചാനലിനെ കുറിച്ചിട്ടൊന്നും അറിയാത്തവരുണ്ട്. അപ്പോൾ അവരിലേക്കെല്ലാം എത്തിച്ച് അവരെല്ലാം നിങ്ങളെ കൂടെ തന്നെ നമ്മുടെ യാത്രയിൽ നമ്മുടെ കൂടെ തന്നെ ചേർക്കാൻ പറ്റണം കേട്ടോ. അപ്പോൾ ടയർ ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. ഈ ടയറിന് മൊത്തത്തിൽ ഞാൻ ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഡിലീറ്റ് ടൈപ്പ് ഹിസ്റ്ററി എന്തായാലും ഡിലീറ്റ് ചെയ്യണം കേട്ടോ. ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്തിട്ട് പണി കിട്ടും. അതേപോലെ തന്നെ ഇതിനെ കമ്പൈൻ ചെയ്യുന്നുണ്ട്. കമ്പൈൻ ചെയ്തതിന് ശേഷം ഞാൻ ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ഹിസ്റ്ററി കൂടുതൽ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. എന്നിട്ട് ഞാൻ ഇതിനെ കുറച്ചൊന്ന് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. കണ്ടോ, ഇനി ഇതിന് മൊത്തത്തിൽ എനിക്ക് സ്മൂത്ത് ചെയ്യാം. അതിന് മുമ്പേ ഞാൻ ഒന്ന് സേവ് ചെയ്യട്ടെ. സേവ്. കാരണം ഇപ്പോൾ ഒത്തിരി മെഷ് നമുക്ക് കൂടുതൽ ഉണ്ടായതുകൊണ്ട് സ്മൂത്ത് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ സ്മൂത്ത് ആവണമെന്നില്ല കേട്ടോ. അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ വന്നതിന് ശേഷം മാത്രം നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഞാൻ ഇതിനെ ഒന്നും കൂടി ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഡിലീറ്റ് ബൈ ടൈപ്പ് ഹിസ്റ്ററി. കാരണം ഇത് നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ടയർ ഇപ്പം ഏകദേശം ഭംഗിയായി ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് എൻ്റെ ഒരു തോന്നൽ. അപ്പോൾ ഇതുപോലെ എല്ലാം സ്മൂത്ത് ആയിരിക്കണം കേട്ടോ നിങ്ങളുടെ ടയർ വരുന്നത്. കണ്ടോ, ടയറിൻ്റെ ഗ്രിപ്പെല്ലാം കണ്ടോ, ഇങ്ങനെ കട്ട് വരുന്ന രീതിയിലായിരിക്കണം. കണ്ടോ, നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നല്ല റിയൽ ഒരു ടയറായിട്ട് തോന്നണം. നിങ്ങൾക്ക് തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് ടെക്സ്ചർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സെലക്ട് ചെയ്യുക. ഇവിടെ റൈറ്റ് ബട്ടൺ കിട്ടുന്ന സെലക്ട് ചെയ്യുമ്പോൾ സമയത്ത് നമുക്കൊരു ഓപ്ഷൻ കാണാൻ പറ്റും, അസൈൻ ന്യൂ മെറ്റീരിയൽ. അതിൽ പോയി നമ്മൾ ഇപ്പം തൽക്കാലത്തേക്ക് മായ അഡോൾട്ട് ഷെയ്ഡർ ഒന്നും പഠിച്ചിട്ടില്ല. നമ്മൾ ടെക്സ്ചറിങ് ബ്ലിന്ന് കൊടുത്താൽ മതി കേട്ടോ. ബ്ലിന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കണ്ടോ ഇങ്ങനെ ഒരു ടയറിൻ്റെ ഒരു കളർ വരും. ഇവിടെ ബ്ലിന്ന് ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഇതിനൊരു കറുപ്പ് കളറിലേക്ക് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. കണ്ടോ, ഒറിജിനൽ ടയറിൻ്റെ ഒരു കളറിലേക്ക് അതിന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക്
ഇതിനെ ഒന്ന് കൺട്രോൾ ഡി എടുത്തിട്ട് ഞാൻ ഇതിനെയും കൂടി ഒന്ന് വെച്ചിട്ട് ഞാൻ ഇതിനൊന്ന് തിരിച്ചിടാനാണ് പോകുന്നത്. റൊട്ടേറ്റ് 90 ഡിഗ്രി റൊട്ടേറ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടയർ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഇതിന്റെ ഗ്രിപ്പും കാര്യങ്ങളെല്ലാം ചെയ്യണമെങ്കിൽ ഇതേപോലെ മാഷെടുത്തിട്ട് ചെയ്താൽ മതി. ഒരു ഗ്രിപ്പ് ഉണ്ടാക്കിയാൽ മതി, എന്നിട്ട് നിങ്ങൾ ചെയ്യുക. ഇതാണ് നമ്മുടെ ടയർ, മനസ്സിലായില്ലേ? അപ്പോൾ ഈ ടയറാണ് നമ്മുടെ കാറിന് ഇടാൻ പോകുന്നത്. അപ്പോൾ ഈ ടയർ ഇപ്പോൾ ഇവിടെ തന്നെ നിൽക്കട്ടെ, എന്നിട്ട് നമുക്ക് കാറിന് നമുക്ക് ക്ലിയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും നീണ്ടു പോയിട്ടുണ്ട്. ടയർ എടുത്ത് കാറിനും കൂടി ഇട്ട് കഴിഞ്ഞാൽ എപ്പിസോഡൊക്കെ നീണ്ട് നല്ല നീണ്ടൽ പോകും. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ ഈ ടയറൊക്കെ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ഓരോ എപ്പിസോഡിൽ നമുക്ക് ആ കാറിന് ടയറും കൂടി ഫിക്സ് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ ദയവായിട്ട് ക്ഷമിക്കുക, എപ്പിസോഡ് നീണ്ടുപോയതിന് എന്നോട് ക്ഷമിക്കണം. കാരണം ഞാൻ ഒന്നും ഇതിൽ നിന്ന് എഡിറ്റ് ചെയ്ത് കളയുന്നില്ല. അപ്പോൾ അത് വളരെ കൃത്യമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് മാക്സിമം. അപ്പോൾ നിങ്ങളും എനിക്ക് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.